ഇന്ന് STU നടത്തുന്ന പ്രതിനിധി സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആദ്യത്തെ പാനൽ ചർച്ചയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം 3 പ്രമുഖ വ്യക്തിത്വങ്ങളാണ് ഈ ചർച്ചയുടെ ഭാഗമായിട്ട് പങ്കെടുക്കുന്നത്. ഇവിടെ എത്തിയിട്ടുള്ളത് പ്രിയപ്പെട്ട KN ശബരിനാഥ് അവർകളാണ്. നേരത്തെ ഇവിടെ പരിചയപ്പെടുത്തി കഴിഞ്ഞു. അദ്ദേഹം ഇപ്പോൾ കവടിയാർ കൗൺസിലർ കൂടിയാണ്, കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവാണ്. അതുപോലെ ബഹുമാന്യനായിട്ടുള്ള ഷിബു മീരാൻ, യൂത്ത് ലീഗിൻ്റെ ഓർഗനൈസിംഗ് സെക്രട്ടറി കൂടിയായിട്ടുള്ള ഷിബു മീരാൻ ഇവിടെയുണ്ട്. PV അൻവർ സാഹിബിനെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. ചർച്ചയിലേക്ക് കടക്കാമെന്ന് കരുതുകയാണ്. നമ്മൾ ആദ്യത്തെ വിഷയമായിട്ട് ഇന്ന് എടുക്കുന്നത് തൊഴിലവകാശ നിഷേധവും കേരളത്തിൻ്റെ വികസനവും എന്നുള്ളതാണ്. നിലവിൽ കേരളത്തിൻ്റെ അവസ്ഥ നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ മുന്നിലിരിക്കുന്ന ഈ കൂട്ടം യഥാർത്ഥത്തിൽ വേറിട്ട് ചിന്തിക്കുന്ന ഒരു വിഭാഗമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം കേരളത്തിലെ സർക്കാരോ ഇവിടെയുള്ള ഭരണ സംവിധാനങ്ങളോ ഒക്കെ ശബ്ദം കേൾക്കാൻ ആഗ്രഹിക്കാത്ത, ഉൾക്കൊള്ളാൻ ആഗ്രഹിക്കാത്ത, അതുമല്ലെങ്കിൽ പുറത്ത് നിർത്തിയിട്ടുള്ള ഒരു വിഭാഗമാണ് ഈ ഒരു സദസ്സിൽ കൂടിയിരിക്കുന്നത് എന്ന് തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ പ്രതിഷേധങ്ങളുടെയും സമരങ്ങളുടെയും ഭാഗമായിട്ട് തിരിച്ചറിയാൻ ആഗ്രഹിക്കുകയാണ്. തൊഴിലാളികളാണല്ലോ. ആരാണ് തൊഴിലാളികൾ എന്നുള്ളതൊരു പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ്. കാലാകാലമായി ഇടതുപക്ഷം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ തൊഴിലാളി സംഘടനകളെ പ്രതിനിധീകരിക്കുന്ന ആളുകളാണ് എന്നാണ്. എന്നാൽ പുതിയ കാലത്ത് തൊഴിലാളികൾ എന്ന് പറയുന്നത് ഇവിടെയുള്ള ഭരണ സംവിധാനത്തിലുള്ള ആളുകൾക്കൊരു സാധനമായിട്ട് മാറിക്കഴിഞ്ഞു, ഒരു വസ്തുവായിട്ട് മാറിക്കഴിഞ്ഞു. മുതലാളിത്ത സംവിധാനങ്ങൾക്കെതിരെ സംസാരിക്കുന്ന നിലവിലുള്ള സർക്കാർ ഏത് രൂപത്തിലാണ് നമ്മുടെ തൊഴിലാളി സമൂഹത്തെ നോക്കിക്കാണുന്നത് എന്ന് നമുക്ക് ശ്രീ ശബരിനാഥിൽ നിന്ന് തന്നെ സംസാരിച്ചിട്ട് തുടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. ആദ്യമേ തന്നെ STUവിൻ്റെ ഈ 69ാമത് സംസ്ഥാന സമ്മേളനത്തിൽ ക്ഷണിച്ചതിനുള്ള നന്ദി അറിയിക്കുകയാണ്. ഞാനത് വളരെ ആശ്ചര്യത്തോടെയും ഒരല്പം അസൂയയും കൂടെ നോക്കി നിൽക്കുന്ന ഒരു സംവിധാനമാണ് ഇന്ത്യൻ മുസ്ലിം ലീഗിൻ്റെ എല്ലാ പ്രസ്ഥാനങ്ങളും. ഞാനത് ഏത് പ്രോഗ്രാമിന് പോകേണ്ടത്, MSF ആവട്ടെ, യൂത്ത് ലീഗ് ആകട്ടെ, ഇപ്പോൾ STUവിൻ്റെ ഇത്തരത്തിലുള്ള വേദി വരുമ്പോഴും അത് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം കൃത്യമായിട്ടുള്ള ഒരു സംഘടനാ പ്രവർത്തനം ശ്രീരാമത്തുള്ള പറഞ്ഞ പോലെ 11:30 തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നു. അതിനെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ചത് കൃത്യമായിട്ടുള്ള ഒരു വനിതാ പ്രാതിനിധ്യം കൂടി നിങ്ങൾ സ്റ്റേജിനകത്തും സ്റ്റേജിന് വെളിയിലും നിൽക്കുന്നത് വളരെ പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഇന്ന് ഈ ഒരു വിഷയത്തിൽ വളരെ തത്പരരായി നിങ്ങളെല്ലാം ഇരിക്കുമ്പോൾ ഇവിടെ മോഡറേറ്റർ പറഞ്ഞ ഒരു വിഷയം, തൊഴിലാളികളുടെ ഒരു നിർവചനം. നിങ്ങൾ ഇന്ത്യയുടെ ചരിത്രം നോക്കാൻ തന്നെ സ്വാതന്ത്ര്യസമര പ്രസ്ഥാനമടക്കമുള്ള കാലഘട്ടം മുതൽ ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യസമര പ്രസ്ഥാനങ്ങൾക്കുമൊക്കെ ഒരു ഇന്ധനം നൽകിയിട്ടുള്ളത് തൊഴിലാളികളാണ്. അന്ന് സ്വാതന്ത്ര്യത്തിന് മുമ്പേ തൊഴിലാളി നയങ്ങൾ ഇന്ത്യയിൽ നടപ്പിലാക്കിയിട്ടുള്ളത് അന്നുള്ള ഇൻ്റർനാഷണൽ കോൺഗ്രസ് എടുത്തിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ്. നിങ്ങൾ പല നിയമങ്ങളും നോക്കിയിട്ടുണ്ടെങ്കിൽ ഫാക്ടറീസ് ആക്ട് വന്നത് 48-ലാണ്, അല്ലെങ്കിൽ അതിന് മുമ്പുള്ള പല നിയമങ്ങളുമൊക്കെ വന്നിട്ടുള്ളത്, ട്രേഡ് യൂണിയൻ ആക്ട് ഉൾപ്പെടെയൊക്കെ വന്നിട്ടുള്ളത്, സ്വാതന്ത്ര്യത്തിന് മുമ്പിൽ വന്നിട്ടുള്ളത് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു അടിത്തറയുടെ ഭാഗമായിട്ടാണ്. ഞാൻ കുറേ കാലം നിങ്ങൾക്കെല്ലാം അറിയാവുന്നവന് രാഷ്ട്രീയത്തിൽ വരുന്നതിന് മുമ്പ് ടാറ്റയിൽ വർക്ക് ചെയ്തതാണ്. ടാറ്റ സ്റ്റീലിൻ്റെ ഫസ്റ്റ് ട്രേഡ് യൂണിയൻ പ്രസിഡൻ്റ് ആരായിരുന്നു അറിയാമോ? സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു. അത്ഭുതമുള്ള കാര്യമില്ല. അങ്ങനെ നമ്മുടെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ട്രേഡ് യൂണിയൻ പാരമ്പര്യത്തിലൂടെ വന്നിട്ടുള്ള ആളുകളുമാണ്. ലീഗ് എന്നുള്ള പ്രസ്ഥാനമാവട്ടെ, മലബാറിൻ്റെ രാഷ്ട്രീയമാകട്ടെ, അതിന് വലിയ ഒരു അടിത്തറ പാകിയിട്ടുള്ളതും തൊഴിലാളികളും തൊഴിലാളി പ്രസ്ഥാനങ്ങളുമാണ്. അവിടെ നിന്ന് നമ്മൾ ഇന്നത്തെ കാലത്തേക്ക് വരുമ്പം, പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ വരുമ്പം, ആരാണ് തൊഴിലാളി? അവരുടെ നിർവചനത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അത് കേരളത്തിൽ ഉണ്ടാകുന്ന
മാറ്റങ്ങളുടെയൊക്കെ ഒരു ഭാഗമായിട്ടാണ്. ഇന്നിപ്പം ഞാൻ പാളയം മാർക്കറ്റിലോ വലിയങ്ങാടിയിലോ തിരുവനന്തപുരത്തോ നമ്മുടെ തിരുവനന്തപുരത്ത് ചാല മാർക്കറ്റിലോ അല്ലെങ്കിൽ എറണാകുളത്ത് ബ്രോഡ്വേയിലോ ഒക്കെ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്നത് നമ്മളെ തൊഴിലാളികളും നമ്മൾ പാരമ്പര്യമായി കാണുന്ന INTC ആവട്ടെ, CIT ആവട്ടെ, AITC ആവട്ടെ, ST പോലത്തെ ആളുകളും ആ സംവിധാനങ്ങളുമാണ്. എല്ലായിടത്തും ഏറ്റവും താഴെത്തട്ടിൽ റൂട്ടിൽ ബന്ധമുള്ളത്. നമ്മുടെ നാട്ടിൽ ഒരു അങ്ങാടിയിലും തൊഴിലാളികൾ ഒരുമിച്ചിരിക്കുന്ന ഒരു ചെറിയ മുറിയില്ലാത്ത ഒരു അങ്ങാടിയും ഒരു ഗ്രാമവും, അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കലി കറക്റ്റ് വാക്കല്ലെങ്കിലും ഒരു കുഗ്രാമവും ഇന്ന് കേരളത്തിലില്ല എന്നുള്ളത് വാസ്തവമാണ്. ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ സാമ്പത്തികമായി മുന്നിൽ ആളുകൾ നിൽക്കുന്ന, ഇപ്പോൾ ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന കവടിയാർ വാർഡെന്ന് വെച്ചാൽ കവടിയാർ കൊട്ടാരം മുതൽ ഗവർണർ വീട് വരെയാണ് ആ വാർഡ്. അവിടെ താമസിക്കുന്ന എല്ലാം വളരെ 50% ആൾക്കാരും വളരെ സാമ്പത്തികമായി മുകളിലുള്ള ആളുകളാണ്. അവിടെ പോലും ആ ഒരു കവടിയാർ വാർഡിലെ ജവഹർ നഗറിൻ്റെ നമ്മുടെ ചീഫ് സെക്രട്ടറിയുടെ വീടിൻ്റെ ബാക്കിൽ നമുക്ക് എല്ലാ ദിവസവും പോകുമ്പോൾ കാണുന്നത് നമ്മളെല്ലാവരും ഒരുമിച്ചിരിക്കുന്ന തൊഴിലാളികളെയാണ്. അപ്പോൾ കേരളത്തിൻ്റെ സാമ്പത്തികമായിട്ടുള്ള മുന്നോട്ട് പോക്കിനും ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളത് തൊഴിലാളികളാണ്. പക്ഷെ നിർഭാഗ്യവശാൽ അതൊന്നും നമ്മുടെ സർക്കാർ അംഗീകരിക്കുന്നില്ല, അല്ലെങ്കിൽ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ഈ കഴിഞ്ഞ 10 വർഷമായിട്ടുള്ള ഏറ്റവും വലിയൊരു വിഷയം. ഞാൻ എപ്പോഴും അറിയാം, കേരളത്തിനെ സാമ്പത്തികമായി നിങ്ങൾ തന്നെ അറിയാത്ത നിങ്ങളുടെ ഒരു വില ഞാൻ പറയാം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പിടിച്ചു നിർത്തുന്നത് എന്താണ്? സാമ്പത്തികമായി ടാക്സ് കളക്ഷനാണ്. അതിലേറ്റവും കൂടുതൽ ടാക്സ് കളക്ട് ചെയ്യുന്നത് 2 വിഭാഗങ്ങളാണ്. ഒന്ന് ലോട്ടറിയും, വേറൊന്ന് നിർഭാഗ്യവശാൽ മദ്യവുമാണ്. നമ്മുടെ കേരളത്തിൻ്റെ ഒരു സാമൂഹ്യ പരിസ്ഥിതി നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ലോട്ടറി ആകട്ടെ, അപ്പോൾ നിങ്ങളില്ലായിരിക്കാം, മറ്റു കാര്യം ഞാൻ തെക്കുന്ന് വരുന്നതുകൊണ്ട് പറയുകയാണ്, ഏറ്റവും കൂടുതൽ സാമ്പത്തികമായി ഇവിടെ ശമ്പളം കൊടുക്കാനും സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൊടുക്കുവാനും വികസന പദ്ധതികൾക്കുമൊക്കെ പണമുണ്ടാക്കുന്നത് തൊഴിലാളികളാണ്. ഏറ്റവും കൂടുതൽ തൊഴിലുറപ്പിന് പോകുന്നത് നമ്മുടെ വീട്ടിലുള്ള ആളുകളാണ്. അപ്പോൾ കേരളത്തിൻ്റെ സാമ്പത്തിക സ്രോതസ് എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഇത്രയും വലിയ ഫാക്ടറികളും ഇത്രയും വലിയ സംവിധാനം ഇല്ലാത്തതുകൊണ്ട് സത്യം പറഞ്ഞാൽ തൊഴിലാളികളാണ് കേരളത്തിൻ്റെ ഈ സാമ്പത്തിക ചക്രത്തെ കറക്കുന്നതെന്നുള്ള ഒരു വാസ്തവം സർക്കാർ മനസ്സിലാക്കുന്നില്ല. അങ്ങനെ ഉണ്ടായിട്ട് ലക്ഷക്കണക്കിന് തൊഴിലാളികൾ ഉണ്ടായിട്ടാണ് ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ക്ഷേമനിധി അടക്കമുള്ള കാര്യങ്ങൾ എത്രയോ മാസത്തെ വർഷങ്ങളുടെ ക്ഷേമനിധി കൊടുക്കാൻ, നിങ്ങളുടെ ക്ഷേമനിധി ഫണ്ട് ചെയ്തും മറ്റ് ഫണ്ട് ചെയ്തുമൊക്കെ പണം മാറ്റിയെടുത്താണ് ഇവിടെ മറ്റു കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ തൊഴിലാളിയാണ്. അവൻ്റെ അവകാശങ്ങളും അവൻ്റെ നയങ്ങളും അവരിലേക്ക് കൂടുതൽ പണം എത്തിച്ചാൽ മാത്രമേ, അവന് കൂടുതൽ സാമ്പത്തിക സാമൂഹിക സൗകര്യങ്ങൾ ഉണ്ടാക്കിയാൽ മാത്രമേ ഈ നാട് മുന്നോട്ട് പോകുന്നുള്ള ബേസിക് കാര്യം പോലും സർക്കാർ മനസ്സിലാക്കാത്തതാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ പ്രശ്നം. സർക്കാർ അങ്ങനെ മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് തീർച്ച. പക്ഷെ അതിനപ്പുറത്തേക്ക് തൊഴിലാളികളെ മാറ്റി നിർത്തിയിട്ട് എല്ലാം ഒരു സർവീസ് ഓറിയൻറ്റഡ് ആക്കി മാറ്റാനുള്ള ഒരു ശ്രമം യഥാർത്ഥത്തിൽ ഈ കഴിഞ്ഞ ബഡ്ജറ്റ് കൂടി ബന്ധപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കാൻ പറ്റും. 100%. ഞാനിപ്പം ഉണ്ടായിട്ടുള്ളൊരു മാറ്റം പറയാം. നിങ്ങളെ നേരിട്ട് എഫക്റ്റ് ചെയ്യുന്നൊരു കാര്യമല്ല, പക്ഷേ എന്നാൽ എഫക്റ്റ് ചെയ്യുന്നതുമാണ്. ഇന്ന് കേരളത്തിലുടനീളം സർക്കാരിൻ്റെ ഏത് പ്രോഗ്രാം നടന്നാലും, വലുത് മുതൽ ചെറുത് വരെയുള്ള പ്രോഗ്രാം നടക്കട്ടെ, അതിനെല്ലാം ഒരു സൂപ്പർ കോൺട്രാക്ട് കൊടുത്തിരിക്കുകയാണ് ഒരു കമ്പനിക്ക്. പണ്ടൊക്കെ അറിയാം, തിരുവനന്തപുരത്ത് ഓണാഘോഷം നടക്കുകയാണ്, അവിടെ ഈ കർട്ടൻ ഇടാനുള്ള, അല്ലെങ്കിൽ അവിടെ വിളക്ക് കൊടുക്കാനുള്ള, അല്ലെങ്കിൽ അവിടെ ലൈറ്റ് ഇടാനുള്ള വർക്ക് ചെറിയ ചെറുകിടക്കാർക്ക് കൊടുക്കും. ഇപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ ഓണാഘോഷമാവട്ടെ, നിശാഗന്ധി കലോത്സവമാവട്ടെ, ഫ്ലവർ ഷോ ആവട്ടെ, ഒരു വർഷത്തേക്ക് ഈ പ്രോഗ്രാം നടക്കുന്ന കോൺട്രാക്റ്റ് എല്ലാം ചെയ്യുന്നത് ഒരു വൻകിടക്കാരനാണ്. ആ വൻകിടക്കാരൻ്റെ കൂടെ അറ്റാച്ച് ആയിട്ട് പോകുന്ന ഒരു മിഡ് സൈസ് ഉള്ള ആളുടെ താഴെയുള്ള ഔട്ട്സോഴ്സ് ചെയ്ത കമ്പനിയായിട്ട് തിരിക്കുകയാണ്. ഇന്ന് തിരുവനന്തപുരത്ത് നിശാഗന്ധിയിൽ പരിപാടി നടക്കുമ്പോൾ ഒരു സ്റ്റേജ് ഇടാനുള്ള ടെൻഡർ കൊടുക്കാൻ പറ്റത്തില്ല. ഈ തൊഴിലാളി ആരുടെ കയ്യിലാണ് ഉള്ളത്? ഈ 10-15 തൊഴിലാളികളുള്ളത് ഈ സ്റ്റേജ് കമ്പനിക്കാരുടെ കയ്യില, ഈ വിളക്ക് കൊടുക്കുന്നതിൻ്റെ കയ്യില, ഈ ലൈറ്റ് ഇടുന്നതിൻ്റെ കയ്യില, അല്ലെങ്കിൽ അവളുടെ കയ്യിലാണ്. അതില്ലാതെ ആ മുകളിലുള്ളൊരു കമ്പനിക്ക് എല്ലാം കോൺട്രാക്റ്റ് കൊടുത്ത്, സത്യം പറഞ്ഞാൽ ഈ നരേന്ദ്രമോദി സർക്കാർ അദാനിക്കെല്ലാം കൊടുക്കുന്നത് കൊണ്ട് തന്നെ കഴിഞ്ഞ 10 വർഷമായി അത്തരത്തിലൊരു കേന്ദ്രീകരണം ഉണ്ടാക്കിയിട്ടുള്ളത് തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുള്ള തൊഴിലാളികൾക്കാണ്. കാരണം മറ്റ് ചെറുകിട കമ്പനിക്കാരനാണെങ്കിൽ അവർ നേരിട്ട് കോൺട്രാക്റ്റ് ആണെങ്കിൽ പൈസ കൊടുക്കണം. ഇവിടെ പലപ്പോഴും സംഭവിക്കുന്നത് വൻകിടക്കാരന് പൈസ കൊടുത്തിട്ട് അവനൊരു വർഷത്തെ മൊത്തം പ്രോഗ്രാമിൻ്റെ കാര്യം പറഞ്ഞ് അവസാനം ചെറുകിടക്കാരന് പൈസ കിട്ടുമ്പോൾ അവസാന മിനിറ്റാവും.
അവസാന മിനിറ്റ് ആകുമ്പോൾ അവൻ്റെ വീട്ടിലുള്ള തൊഴിലാളികൾക്ക് ശമ്പളം കിട്ടുന്നതിന് പക്ഷേ 1 മാസം കഴിഞ്ഞായിരിക്കും. അപ്പോൾ ഇതൊരു വലിയൊരു മാറ്റം ഇതിൻ്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. തൊഴിലാളികളുടെ അവഗണന ഈ വലിയ സ്കീമുകൾ വരുമ്പോൾ ഏറ്റവും ആണിക്കൂടി തൊഴിലാളികളാണ്. അതിലേറ്റവും വലിയൊരു സാക്ഷ്യം കൂടി ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ 10 വർഷം ഉണ്ടായിട്ടുള്ള ഈ കേന്ദ്രീകരണത്തിലാണ്. കൂടുതൽ വികേന്ദ്രീകരിക്കുമ്പോഴാണ് നിങ്ങൾക്കും നമുക്കും എല്ലാം കൂടുതൽ സാധ്യതകൾ ഉണ്ടാകുന്നത്. ഈ ബഡ്ജറ്റിൽ എല്ലാ കാര്യങ്ങളും ഉദാഹരണം എടുത്തു നോക്കൂ, പ്രോജക്റ്റ് എടുത്തു നോക്കൂ, ഈ വർക്ക് എടുത്തു നോക്കൂ, അല്ലെങ്കിൽ നിങ്ങൾ കോർപ്പറേഷൻ്റെ ഏത് പ്രോജക്റ്റ് നോക്കൂ, അല്ലെങ്കിൽ നിങ്ങൾ കടപ്പുറത്തുള്ള ബ്യൂട്ടിഫിക്കേഷൻ നോക്കൂ, എല്ലാം ചെയ്യുന്നത് ഒരു കമ്പനി തന്നെയാണ്. അതങ്ങ് പാറശാല മുതൽ കാസർഗോഡ് വരെ കമ്പനി ചെയ്യുമ്പോൾ അതിൻ്റെ താഴെത്തട്ടിൽ നിന്ന് തൊഴിലാളികൾക്ക് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഉണ്ടാകുന്നില്ല, അവരുടെ അവകാശങ്ങളും സംരക്ഷിക്കപ്പെടുന്നില്ല എന്നുള്ളത് വലിയൊരു വാസ്തവമാണ്. നമ്മൾ കാണാത്തൊരു കാര്യമാണ്. ക്ഷേമനിധിയും പെൻഷനും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്ന കാര്യങ്ങളാണെങ്കിലും അതിനേക്കാളുപരി ഈ കാണാത്ത ഇവരുടെ ചില കൈകടത്തലുകളാണ് ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഏറ്റവും വലിയ തൊഴിൽ ധ്വംസനമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. തീർച്ചയായിട്ടും ഇതിൽ നമ്മൾ തൊഴിലാളികളെ മാറ്റി നിർത്തിയിട്ട് എല്ലാം വൻകിട മുതലാളിമാർക്ക് തീരെഴുതി കൊടുക്കുന്ന ഒരു സമീപനം കഴിഞ്ഞ കാലങ്ങളിലായിട്ട് സർക്കാർ സ്വീകരിക്കുന്നു. അതോടെ നഷ്ടപ്പെടുന്നത് യഥാർത്ഥത്തിൽ ഒരു ക്രിയേറ്റിവിറ്റിയാണ്. മനുഷ്യൻ്റെ ഈ നാട്ടിൽ തൊഴിലാളികൾ ഉണ്ടാക്കുന്ന ഒരു ക്രിയേറ്റീവ് മൈൻഡിനെ, അല്ലെങ്കിൽ അതിലൂടെ പടുത്തുയർത്തുന്ന ഒരു കേരളത്തിനെ യഥാർത്ഥത്തിൽ കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട്. സർക്കാരിൻ്റെ ഇപ്പോഴത്തെ മുദ്രാവാക്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട വിഷയം ഒരു കവിതയാണ്. മതമല്ല 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 പ്രശ്നം, എരിയുന്ന വയറിൻ്റെ കനലാണ് പ്രശ്നം എന്നുള്ളത് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുക. അടുത്ത ദിവസങ്ങളിലൊക്കെ ചർച്ച അതാണ്. ശരിക്ക് വിശപ്പും പട്ടിണിയുമൊക്കെ ഏറ്റവും കൂടുതൽ നേരിടുന്ന ആളുകൾ കേരളത്തിലെ തൊഴിലാളികളാണ്. ഈ പാട്ട് എവിടെ നിൽക്കുന്നു? ഈ മനുഷ്യന്മാരുടെ വയറിലെ വിശപ്പ് എവിടെ നിൽക്കുന്നു? എന്താണ് കേരളത്തിലെ തൊഴിലാളികളുടെ ഇത്തരത്തിലുള്ള സർക്കാർ സമീപനങ്ങളോടുള്ള ഒരു മനസ്ഥിതി എന്നുള്ളത് ഒന്ന് വിശദീകരിക്കാം. ഈ കവിതയുടെ പശ്ചാത്തലത്തിൽ നമുക്കറിയാം, ഫാത്തിമ വളരെ സജീവമായി ബജറ്റ് പ്രസംഗത്തിലടക്കം ഇത് കടന്നു വരുന്നു. 2 കാര്യങ്ങളാണ്. ഒന്ന്, കവിതയുടെ ഒരു രാഷ്ട്രീയം. 2, മനുഷ്യൻ്റെ വിശപ്പാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്ന ഒരു പാർട്ടി നിയന്ത്രിക്കുന്നൊരു ഗവൺമെൻറ് മനുഷ്യരുടെ വിശപ്പ് എന്ന വലിയ യാഥാർത്ഥ്യത്തെ എത്രത്തോളം അഡ്രസ്സ് ചെയ്യുന്നു. ഈ 2 കാര്യങ്ങൾ അതിനകത്തുണ്ട്. പിന്നെ അത് ഈ കവിതയുടെ ഒരു കാര്യം പറയുന്നത്, മതം ഒരു സെക്ടറാണ്, മനുഷ്യൻ്റെ വിശപ്പ് വേറെ ഒരു മേഖലയാണ്. മതവും മനുഷ്യൻ്റെ വിശപ്പും തമ്മിൽ ബന്ധമൊന്നുമില്ല എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ പ്രസംഗിച്ച ആള് കടപ്പുറത്ത് അങ്ങനെ പ്രസംഗിക്കാൻ പോയോണ്ടല്ലോ എന്ന് വിചാരിക്കുന്ന ആൾ, നമുക്ക് STUക്കാരൊക്കെ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന ഒരു കാര്യം, ഇത് വളരെ ആഴത്തിലുള്ള ഐഡിയോളജിക്കലായ ഒരു പ്രശ്നമാണ്. മതത്തെ നമുക്ക് സ്വത്വം എന്ന് മാറ്റി വായിക്കാം, വിശപ്പിനെ നമുക്ക് വർഗം എന്ന് മാറ്റി വായിക്കാം. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ പറയുന്നത് മതം ഒരു സ്വത്വം എന്ന് പറയുന്നത് വളരെ വർഗീയമായ ഒരു സാധനമാണ്. വർഗം, വിശപ്പ് എന്നൊക്കെ പറഞ്ഞാൽ സെക്കുലറായ ഒന്നാണ്. 2ഉം പരസ്പരം വെള്ളം കയറാത്ത കമ്പാർട്ട്മെൻ്റാണ്. യഥാർത്ഥത്തിൽ ഇത് തൊഴിലാളികളെക്കുറിച്ചും ഇവർക്ക് അറിയില്ല, സ്വത്വത്തെക്കുറിച്ചും അറിയില്ല, വിശപ്പിനെക്കുറിച്ചും അറിയില്ല, മതത്തെക്കുറിച്ചും അറിയില്ല എന്നതുകൊണ്ടാണ്. ഞാൻ പെട്ടെന്ന് പറയാം, ഇന്ത്യയിൽ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു തൊഴിലാളി സമരം 1928 ബോംബെയിലെ നെയ്ത്ത് മിൽ തൊഴിലാളികൾക്കിടയിൽ നടക്കുന്ന സമരമാണ്. ആ സമരത്തിൻ്റെ ഒരു സവിശേഷത, അത് ഇടതുപക്ഷ യൂണിയനുകൾ നേതൃത്വം കൊടുത്ത സമരമാണ്. ആ സമരത്തിൻ്റെ ഭാഗമായി അന്നത്തെ കമ്മ്യൂണിസ്റ്റ് ട്രേഡ് യൂണിയൻ പ്രവർത്തകർ അംബേദ്കറെ പോയി കാണുന്നുണ്ട്. അപ്പോൾ അംബേദ്കർ കമ്മ്യൂണിസ്റ്റ് ട്രേഡ് യൂണിയൻ നേതാക്കളോട് പറയുന്നൊരു കാര്യം, നിങ്ങളുടെ ഈ കൂലി വർദ്ധിപ്പിച്ച് തരാനുള്ള സമരത്തിൻ്റെ കൂടെ ഞങ്ങൾ നിൽക്കാം, പക്ഷേ സമരത്തിൻ്റെ ഡിമാൻഡുകളുടെ കൂടെ നിങ്ങൾ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കണം. ഈ തൊഴിലാളി നേതാക്കൾ എന്താണ് പറയുന്നത്? നെയ്ത്ത് തൊഴിലിന് ദളിതരെ കൂടി ഉൾപ്പെടുത്തണം. സാധാരണഗതിയിൽ നെയ്ത്ത് തൊഴിലിന് ദളിതരെ ഉൾപ്പെടുത്താറില്ല. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് വിചാരിച്ചാൽ അവിടെയാണ് ഈ സ്വത്വം, ജാതി, ഇത് ചെറിയ കാര്യമല്ല. നെയ്ത്ത് തൊഴിലിനിടയിൽ അന്നത്തെ ഈ ടെക്നോളജി ഒന്നും ഒരുപാട് ഡെവലപ്ഡ് അല്ല. ഈ ചർക്കയിലേക്ക് നൂല് നോക്കണം. ഈ ആദ്യ പുരാതന കാലം ഒരുപാട് നെയ്ത്തൊഴിലാളികളുണ്ടെങ്കിൽ അറിയാം, സൂചിക്കകത്തേക്ക് നൂല് നോക്കുമ്പോൾ മനുഷ്യർ ഉപയോഗിക്കുന്ന ചെറിയൊരു ടെക്നോളജി ഉണ്ട്. ഒരല്പം ഉമിനീര് പുരട്ടിയിട്ട് ഈ സൂചിയിലേക്ക് നൂല് എന്ന് പറയുന്നത് അപ്പോൾ ദളിതനായ തൊഴിലാളി അയാളുടെ ഉമിനീര് പുരട്ടിയിട്ട് വസ്ത്രം ഉണ്ടാക്കിയാൽ ആ വസ്ത്രം മാർക്കറ്റിൽ ആൾ വാങ്ങില്ല. കാരണം ഇത് ദളിതൻ്റെ തുപ്പൽ പുരണ്ട വസ്ത്രമാണ്, അത് അയിത്താണ്, തൊട്ടുകൂടായ്മയാണ്. ഇറ്റ്സ് എ ഐഡൻറ്റിറ്റി ഇഷ്യൂ, അതൊരു ക്ലാസ് ഇഷ്യൂ അല്ല, അത് വർഗപരമായൊരു വിഷയമല്ല. അയാൾ ദളിതനായതുകൊണ്ടാണ് അയാൾക്ക് നെയ്ത്ത് തൊഴിൽ നിഷേധിക്കപ്പെടുന്നത്. അത് നെയ്ത്ത് തൊഴിൽ വൈദഗ്ധ്യം ഇല്ലാത്തതുകൊണ്ടല്ല, അവൻ്റെ പ്രശ്നം അവൻ്റെ ഉമിനീരാണ്, ദളിതൻ്റെ ഉമിനീരാണ് അവിടുത്തെ പ്രശ്നം. അപ്പോൾ
ആ കൂലി കൂട്ടിക്കഴിഞ്ഞുള്ള സമരത്തിൽ ഈ മുദ്രാവാക്യം അംഗീകരിക്കാൻ കഴിയില്ല എന്ന് കമ്മ്യൂണിസ്റ്റ് ട്രേഡ് യൂണിയൻ നേതാക്കൾ പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് അംബേദ്കർ ദളിത് തൊഴിലാളികളോട് ആ സമരത്തിൽ നിന്ന് മാറി നിൽക്കാൻ പറഞ്ഞതാണ്. എന്ന് വെച്ചാൽ ഇന്ത്യയിലെ ജാതി പ്രശ്നങ്ങളെ ഒരു ദളിതൻ എന്ന നിലയ്ക്ക് നേരിടുന്ന പ്രശ്നമുണ്ട്, ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് നേരിടുന്ന പ്രശ്നമുണ്ട്, ഒരു OBC കാരൻ എന്ന നിലയ്ക്ക് നേരിടുന്ന പ്രശ്നമുണ്ട്, ഫാത്തിമ തഹ്ലി ഒരു സ്ത്രീ എന്ന നിലയിൽ, ഇതൊക്കെ ഐഡൻറ്റിറ്റി ഇഷ്യൂസാണ്. ഇത് രണ്ടും ചേർന്നപ്പോൾ ലെനിനെ കുറിച്ച് വികസിത് ഭാരത് എന്ന് പറയുന്ന തൻ്റെ മാഗസിനിൽ അംബേദ്കർ എഴുതി വെച്ചു. ലെനിൻ വലിയൊരു തൊഴിലാളി വർഗ വിപ്ലവം നയിച്ച ആളാണ്. അദ്ദേഹം ഇന്ത്യയിലായിരുന്നു വന്നതെങ്കിൽ ലെനിൻ്റെ ആദ്യത്തെ ഇൻകുലാബ് ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയ്ക്കെതിരാകുമായിരുന്നു എന്നാണ്. അവിടെയാണ് എസ്റ്റീവിൻ്റെ നിലപാട് പ്രസക്തമാവുന്നത്. മതവും വിശപ്പും സ്വത്വവും വിശപ്പും രണ്ടും ചേർന്ന് പോകേണ്ടതെന്നാണ്. അംബേദ്കർ തന്നെ പറഞ്ഞത് ക്ലാസ് ഈസ് എൻക്ലോസ്ഡ്, അതെ, കാസ്റ്റ് ഈസ് എൻക്ലോസ്ഡ് ക്ലാസ് ഇൻ ഇന്ത്യ എന്നാണ്. ജാതി എന്നത് ഇന്ത്യയിൽ അടച്ചു വെക്കപ്പെട്ട വർദ്ധ. നിങ്ങളൊരു സമുദായത്തിൽ ജനിച്ചാൽ ആ തൊഴിൽ തന്നെ ചെയ്തോളണമെന്ന് കൽപ്പിക്കുന്ന ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയെ, ഇവിടെ കോർപ്പറേറ്റ് വ്യവസ്ഥയെ ഒരേ സമയം നേരിട്ടേ പോകാൻ കഴിയും. ആ പണി നല്ല വൃത്തിയായി എടുക്കുന്ന ഒരു തൊഴിലാളി സംഘടനയാണ് STU എന്നതുകൊണ്ട് ഈ വലിയ സൈദ്ധാന്തിക പ്രശ്നത്തെ പരിഹരിച്ച് അതിനെ സോൾവ് ചെയ്ത ഒരു തൊഴിലാളി പ്രസ്ഥാനം STU ആണ് എന്ന് പറയാൻ വേണ്ടി എനിക്ക് കഴിയും. ഇനി കേരളത്തിൻ്റെ ഞാൻ പെട്ടെന്ന് പറയാൻ സമയം എടുക്കുന്നില്ല. കേരളത്തിൻ്റെ ഇപ്പോൾ വിശപ്പാണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ആശമാർ, ഈ കേരളത്തിൽ നടന്നൊരു തൊഴിൽ സമരമാണിത്. കൂലി ആവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിൽ നടന്നൊരു സമരമാണ്. ഫാത്തിമ ഒരു പെൺകുട്ടിയും കൂടിയാണല്ലോ. ആ സമരത്തിൽ 100% സ്ത്രീകൾ, 100% തൊഴിലാളികൾ അണിനിരന്നുകൊണ്ട് 100-300 ദിവസം കേരളത്തിൻ്റെ പൊതുമനസാക്ഷിയിൽ അവർ സമരം നടത്തി. വലിയ ഒരു സമരം, കേരളത്തിൻ്റെ പൊതുസമൂഹം മുഴുവൻ ആ സമരത്തിൻ്റെ കൂടെ നിന്നിട്ടും ഒരു ചർച്ച അവിടെ ഇല്ല. ഒരേ ഒരു ചർച്ച ആരോഗ്യമന്ത്രി നടത്തി പരാജയപ്പെട്ടത് വെച്ചാൽ രണ്ടാം വട്ടം ഈ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇവിടെ കവടിയാറിനെ കുറിച്ച് ശബരി പറഞ്ഞപ്പോൾ ആ ക്ലിഫ് ഹൗസിൻ്റെ വെളിപ്പാട് അകലെയാണ് ആ സമരം നടന്നത്. 100-300 തൊഴിലാളി സ്ത്രീകളാണ്, തൊഴിലാളികളാണ്. അവർ സമരം ചെയ്യുമ്പോൾ അവരുമായിട്ടൊരു ചർച്ചയില്ല എന്ന് പിണറായി വിജയൻ പ്രഖ്യാപിച്ചാൽ ഇവരുടെ ഒരു പ്രയോറിറ്റി വളരെ കൃത്യമാണ്. തൊഴിലാളി വർഗവും വിശപ്പും ഒക്കെ ആളെ കൂട്ടാനുള്ള മുദ്രാവാക്യങ്ങൾ എന്നതിനപ്പുറത്ത് ആ മനുഷ്യരുടെ ജീവിത പ്രശ്നങ്ങളോട് ഈ ഗവൺമെൻറ്റിന് താല്പര്യമില്ല എന്നതിന് ഒരൊറ്റ ഉദാഹരണം മതിയാവും. തീർച്ചയായിട്ടും വസ്ത്രത്തിൽ രാഷ്ട്രീയമുണ്ട് എന്ന് പറഞ്ഞ മഹാത്മാഗാന്ധിയും അതുപോലെ വിശപ്പിൽ രാഷ്ട്രീയമുണ്ട് എന്ന് പറഞ്ഞ സഹോദരൻ അയ്യപ്പനും ഒക്കെ കടന്നു പോയിട്ടുള്ള നാടാണ് നമ്മളുടേത്. അപ്പം തൊഴിലാളി വിഭാഗങ്ങളെ എങ്ങനെയാണ്, ഏത് സമീപനത്തിലൂടെയാണ് സർക്കാർ നോക്കിക്കാണുന്നത് എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് നേരത്തെ പറഞ്ഞ ആശാ വർക്കർമാരോടൊക്കെയുള്ള സർക്കാരിൻ്റെ സമീപനം. യഥാർത്ഥത്തിൽ ഈ വിഷയങ്ങളൊക്കെ കടന്നു പോകുമ്പം നമുക്ക് കേരളത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ പ്രതിപക്ഷം നിർവഹിക്കുന്ന ഒരു ഉത്തരവാദിത്തം ഉണ്ടല്ലോ. യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തിരിക്കുന്ന ആളുകൾ വികസനത്തിനെതിരല്ല എന്ന് നമ്മൾ പറയാറുണ്ട്. നമ്മൾ ഒരിക്കലും വികസനത്തിനെതിരല്ല. പക്ഷെ അങ്ങനെയൊക്കെയാണ് എങ്കിലും ഭരണപക്ഷത്തിരിക്കുന്ന ആളുകളുടെ പ്രവർത്തനങ്ങൾ അതിനെ ചോദ്യം ചെയ്യാനും അത് ഒരു വിധത്തിൽ നമ്മൾ ഇത്തരത്തിലുള്ള വികസനങ്ങളോട് ഐക്യപ്പെടുമ്പോൾ തന്നെ ഇവർ ചെയ്യുന്ന രൂപങ്ങളും രീതികളും അതിനോടൊപ്പമുള്ള മറ്റുള്ള ഫോർമാലിറ്റീസിനെയൊക്കെ ചോദ്യം ചെയ്യുന്ന രീതി കഴിഞ്ഞ കാലങ്ങളിലായിട്ട് UDFൻ്റെ സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിലവിൽ പക്ഷേ ഇപ്പോൾ ഒടുവിലായിട്ട് നമ്മൾ ഈ പറയുന്ന സമരങ്ങളെയൊക്കെ പരിശോധിച്ച് നോക്കിയാൽ പ്രതിപക്ഷം അതിൻ്റെ ഉത്തരവാദിത്തം പൂർണ്ണമായിട്ട് നിർവഹിക്കുന്നതിൽ വിജയിച്ചിട്ടുണ്ടോ? ശബരിയേട്ട. വളരെ നല്ല ചോദ്യമാണ്. അതിനകത്ത് എനിക്ക് പറയാനുള്ളത് ഈ ആശാസമരം നേരത്തെ പറഞ്ഞ കറക്റ്റായിട്ടുള്ള ഉദാഹരണമാണ്. ആശാസമരം നടന്ന ആ ദിവസങ്ങളിലെല്ലാം അതിന് ഏറ്റവും കൂടുതലൊരു സഹായം, നയപരമായിട്ടുള്ള സഹായവും അതിന് പുറത്തു നിന്നുള്ള ഒരു സഹായം, ആ ഒരു കോസിനെ ചാമ്പ്യൻ ചെയ്തത് പ്രതിപക്ഷമാണ്. അതുകൊണ്ടാണല്ലോ CPMൻ്റെ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ SUCIയുടെ അല്ലെങ്കിൽ ആ സമരത്തിൻ്റെ മുന്നിൽ നിന്ന മിനി ചേച്ചി അടക്കമുള്ള ആളുകളൊക്കെ നക്സലൈറ്റുകളാണ്. ഈ നരേന്ദ്രമോദി അവർക്കിഷ്ടമില്ലാത്ത ആളുകളെല്ലാം പാകിസ്ഥാനികളാണെന്ന് പറയുന്ന പോലെ തന്നെ അവർക്കെതിരെ സമരം ചെയ്യുന്ന ആളുകളെ കേരളത്തിൽ നക്സലൈറ്റുകളെന്നാണ് വിളിച്ചത്. അപ്പം മിനി എന്ന് പറഞ്ഞ പഴയ SUCIയുടെ നേതാവ്, അവരാണ് ഈ ഫെഡറേഷൻ്റെ ഹെഡായിട്ടിരുന്നത്. അവരടക്കമുള്ള അവിടെ നേരത്തെ പറഞ്ഞൊരു വിഷയം കൂടെ വരുന്നുണ്ട്. മിനി ചേച്ചിനെ നക്സലൈറ്റ് ആണെന്ന് പറയുന്നുണ്ടെങ്കിൽ ഒരു മുസ്ലിം ആയിരുന്നു എങ്കിൽ അവിടെ അത് തീവ്രവാദിയായിട്ട് മാറുമായിരുന്നു. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു കാര്യമാണ് ഇവർ ചെയ്തത്. ആ സമരത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട, ഞാനതിൻ്റെ ഭാഗമായി എല്ലാ ദിവസവും ഏകദേശം പോകുന്നിരുന്ന ആളാണ്. ഞാൻ പറഞ്ഞില്ല, ഒരു സമരത്തിൻ്റെ തീക്ഷ്ണം എന്ന് പറയുന്നത് എങ്ങനെയാണ്. ഈ ആദ്യമൊക്കെ ഭയങ്കര ആളും ബഹളവും ആനയും അമ്പാരിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു സമരം ഒരു വർഷമൊക്കെ നീളുമ്പോൾ അവസാനം ഈ മഴയുള്ള സമയമാണെങ്കിലും വെയിലാണെങ്കിലും വേറെ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും
അവിടെ എല്ലാ ദിവസവും ഒരു 5 ആളുകളെങ്കിലും ആ സമരത്തിൻ്റെ ഭാഗമായി അവിടെ സമരം ചെയ്യാനുണ്ടായിരുന്നു. എന്നിട്ട് ഇവർ ചെയ്തൊരു തെറ്റ് ഞാൻ പറയാം. അപ്പോൾ ആ സമരത്തിൻ്റെ ഭാഗമായി എനിക്കറിയാവുന്ന നമ്മുടെ പാർട്ടിക്കാരിയായിട്ടുള്ള ഒരു ആശാ വർക്കറുണ്ട്. ആ വർക്കറിനെ PHCയിൽ വിളിച്ചിട്ട് അവരോട് ഇന്ന് വന്നില്ലെങ്കിൽ എന്താ പറയുക, അവരുടെ ജോലി പോകുമെന്ന് പറയുന്നു. എന്ന് മാത്രമല്ല, ആശാ വർക്കർമാരുടെ സമരം കുടുംബിരി കൊണ്ട ദിവസം എന്ന് വെച്ചാൽ കേരളത്തിലുടനീളമുള്ള ആശാ വർക്കർമാർ സമരം തീരുമാനിച്ച് സെക്രട്ടറിയുടെ മുന്നിൽ നിരാഹാരം ഇരിക്കുമെന്ന് പറഞ്ഞ ആ ദിവസം തന്നെ ഇവരെന്ത് ചെയ്യുന്നറിയാവോ? ഇവർ ട്രെയിനിങ് വെച്ചു. കേരളത്തിലെ എല്ലാ ജില്ലയിലും ആശാമാർക്ക് ട്രെയിനിങ് വെച്ചു. വരാനിരുന്ന 19 ഈ പഴയ ബ്രിട്ടീഷുകാരുടെ സ്ട്രാറ്റജി ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയും, അതേ സാധനമാണ്. അപ്പോൾ ശക്തമായി സമരത്തിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട്, സമരത്തിന് അനുകൂലമായി നിൽക്കുന്ന അമ്മമാരുണ്ട്. പക്ഷേ വയറ്റിപ്പഴപ്പ് കാരണം അവർക്ക് പ്രത്യക്ഷമായി നിൽക്കാൻ കഴിയത്തില്ല. പ്രത്യക്ഷമായി സമരത്തിൽ നിൽക്കാത്ത ആളുകൾ ഒരു ദിവസം അവരോടൊപ്പം ഞാൻ വരുമെന്ന് പറഞ്ഞ് തീരുമാനമെടുത്ത് വരുമ്പോൾ അവർ പോകാതിരിക്കാൻ വേണ്ടി 14 ജില്ലകളിലും ഒരു അനാവശ്യമായിട്ടുള്ള ട്രെയിനിങ് 11 മണി to 12 മണി ഓൺലൈൻ ട്രെയിനിങ്. നിങ്ങളെല്ലാം നിങ്ങളുടെ ചാർജുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ പോയി ഓൺലൈനായിട്ട് അവിടെ നിന്ന് അറ്റൻഡൻസ് മാർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. ഒരു ഇടതുപക്ഷ സർക്കാരോട് ചെയ്യുന്ന ആലോചിച്ച് നോക്കണം. അപ്പോൾ എങ്ങനെ മാത്രം സമരത്തെ പൊളിക്കാൻ ഏത് അറ്റം വരെ പോകുന്ന ഉദാഹരണമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഒരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ പറഞ്ഞത് ഞാൻ കലാകാരങ്ങളെ ആലോചിക്കുന്ന കാര്യമാണ്. കേരളത്തിൽ വികസനം വരാത്തത് ട്രേഡ് യൂണിയൻസിൻ്റെ തീവ്ര നിലപാടുകൾ കാണുമെന്നാണ് പൊതുവെയുള്ള ഒരു പരിപ്രേക്ഷ. അതിനെ ഇപ്പോൾ CPM മാറ്റി അങ്ങനല്ല എന്ന് പറയാൻ ശ്രമിക്കുന്നുണ്ട്. ഞാനിത് ആലോചിച്ച്, ട്രേഡ് യൂണിയനുകളുടെ തീവ്ര നിലപാട് കാരണമല്ല കേരളത്തിൽ വികസനം വരാത്തത്, ഇൻഡസ്ട്രി വരാത്തത്. അത് ഇടതുപക്ഷത്തിൻ്റെ തീവ്ര നിലപാടുകൾ കാരണമാണ്. ഒരു സംശയവും വേണ്ട. ട്രേഡ് യൂണിയൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് നിങ്ങളുണ്ട്, INTC ഉണ്ട്, AITC ഉണ്ട്, എല്ലാവരുമുണ്ട്. പക്ഷെ ട്രേഡ് യൂണിയൻസ് എന്നാൽ ഞാനൊക്കെ MBAക്ക് പഠിക്കുമ്പം ഈ ട്രേഡ് യൂണിയനിസം, എക്സ്ട്രീം ട്രേഡ് യൂണിയനിസം ഇൻ കേരള എന്ന് പറഞ്ഞു പഠിപ്പിച്ച് നമ്മളെ വിടുന്നത്. പക്ഷെ അതല്ല എന്നുള്ളതാണ് ഒരു വാസ്തവം. ഇതിലുള്ള ഇടതുപക്ഷത്തിൻ്റെ നിലപാടുകൾ, ഇപ്പം ആന്തൂരിലെ സാജൻ എന്ന് പറഞ്ഞ പ്രവാസി ആത്മഹത്യ ചെയ്തത് INTCക്കാർ വെസ്റ്റ് യുക്കാർ പറഞ്ഞിട്ടാണല്ലോ. അത് അവിടെ CPM എടുത്ത നിലപാട് കാരണമല്ലേ. നമ്മുടെ അടുത്ത കാലത്ത് കണ്ട തൊഴിൽ സമരങ്ങളുടെയൊക്കെ പ്രധാനപ്പെട്ട കാരണം, അല്ലെങ്കിൽ ഇവിടെ വ്യവസായ രംഗത്തുള്ള ആളുകളടക്കം മരണപ്പെടുന്നതിൻ്റെ കാരണം, ആത്മഹത്യ ചെയ്തതിൻ്റെ ഒക്കെ കാരണം അവരെടുത്തിട്ടുള്ള, സർക്കാർ എടുത്തിട്ടുള്ള നയങ്ങളാണ്. അപ്പോൾ ഇവർ ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും ട്രേഡ് യൂണിയനുകളിൽ നമ്മളെല്ലാം ചേർത്ത് പറയുമ്പോഴും അത് ഇടതുപക്ഷത്തിൻ്റെ ഒരു നയം തന്നെയാണെന്ന് കാരണം ഞാൻ അതേപോലെ തന്നെ എനിക്ക് പറയുമ്പോൾ ഒന്ന് തുറന്നു വെക്കാൻ വേണ്ടി പറയുകയാണ്. ഇന്ന് ഞാൻ കാണുന്ന ഏറ്റവും കൂടുതൽ ട്രേഡ് യൂണിയൻ അസംഘടിത മേഖലയിലെ ആളുകളാണ്. സംഘടിതമായിട്ട് നിങ്ങളെപ്പോഴത്തെ ആളുകളുണ്ട്, പക്ഷേ 80% ആളുകളും അസംഘടിതമായിട്ടുള്ളതാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ നമ്മുടെ കൺമുന്നിൽ കാണുന്നത് നമ്മുടെ ഈ ഗിഗ് വർക്കേഴ്സ് എന്ന് പറഞ്ഞ് സ്വിഗ്ഗി, സൊമാറ്റോ, ബ്ലിങ്കിറ്റ് അതൊക്കെ ഓടുന്ന ആളുകളാണ്. 3-4 ലക്ഷം ആളുകൾ കേരളത്തിൽ അതിൻ്റെ ഭാഗമായി ജോലി ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു സമരത്തിന് ഞാൻ പോയതാണ്. നമ്മൾ വെളിയിൽ നോക്കുമ്പം അവർക്ക് നല്ലതാണ്, അവർക്ക് ദിവസം 1000 കിട്ടുന്നു, 2000 കിട്ടുന്നു എന്നൊക്കെ പറഞ്ഞുള്ള ഒരു കഥയാണുള്ളത്. പക്ഷേ ഏറ്റവും കൂടുതൽ കഷ്ടപ്പാട് അനുഭവിക്കുന്നത് ഈ കുട്ടികളാണ്. എനിക്ക് നേരിട്ടറിയാവുന്ന നമ്മുടെ പാർട്ടിക്കാരായിട്ടുള്ള യൂത്ത് കോൺഗ്രസ്സുകാരും ഒക്കെ അതിനകത്തുണ്ട്. ഇപ്പോഴതിൻ്റെ അവസ്ഥ എന്താണെന്നറിയോ? ആദ്യമൊക്കെ നമുക്ക് വാങ്ങിക്കുമ്പോൾ ആദ്യം ലാഭമായിരുന്നു, ഇപ്പം ലാഭം പഴയ പോലെ ഇല്ലല്ലോ. അതേപോലെ ജോലിക്ക് പോയ ആളുകൾക്കും ആദ്യം വലിയ ലാഭമായിരുന്നു. കാരണം ആദ്യം ആളെ കൂട്ടാൻ വേണ്ടി നിങ്ങളൊരു 10 കിലോമീറ്റർ ഓടിയാൽ നിങ്ങൾക്ക് 100 രൂപ കിട്ടും. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് വെച്ചാൽ ഒരു സിനിമയുണ്ട്, നമ്മൾ ഇക്കോ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. അതിനകത്തൊരു മെയിൻ മെസ്സേജ്, ഒരു പട്ടികളും ഒരു സ്ത്രീയൊക്കെയാണ്. അതിനകത്തൊരു മെയിൻ മെസ്സേജ് പറയുന്നുണ്ട്, എന്താ സംടൈംസ് പ്രൊട്ടക്ഷൻ ഇസ് ലൈക്ക് റെസ്ട്രിക്ഷൻ എന്ന് പറയും. അതുപോലെ ഇവർക്ക് കൂടുതൽ പ്രോജക്റ്റുകളും കൂടുതൽ ഇൻസെൻറ്റീവ് കൊടുക്കുന്നത് സത്യം പറഞ്ഞാൽ ഇവരെ അതിനകത്ത് ആ കുഴിക്കകത്തോട്ട് ഇടുകയാണ്. പണ്ടൊന്നും ഈ ഗിഗ് വർക്കേഴ്സിന് ഓടുന്ന ആളുകൾക്ക് മിനിമം ഇത്ര ഓടണമെന്നുള്ള നിയമമില്ലായിരുന്നു. നമ്മൾ വെളിയിൽ നോക്കുമ്പോൾ എന്താ, അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ പോയാൽ മതി, ഇഷ്ടമില്ലെങ്കിൽ പോകണ്ട. ഒരു 5 മണിക്കൂർ വണ്ടി ഓടിച്ചാൽ 500 രൂപ കിട്ടും, പിന്നെ കിട്ടും. ഇപ്പം അങ്ങനല്ല. പലയിടത്തും ഇപ്പോൾ ഇത്രയും കോംപ്ലക്സ് ആയതിനെ സ്ട്രക്ചർ ചെയ്തു. എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ 6 മണിക്കൂർ ഒരു ദിവസം ഓടിയില്ലെങ്കിൽ പിറ്റേ ദിവസം ആ കമ്പ്യൂട്ടർ സിസ്റ്റം നമുക്ക് ഏറ്റവും നല്ല ഓർഡർ തരത്തില്ല. ഇപ്പം ഞാനും ഫാത്തിമയും ഷഹമത്തുള്ളയും ഷിബുവും കൂടെ നമ്മൾ 4 പേര് ഇതൊരു സിസ്റ്റമാണ്. ഒരു ഹോട്ടലിൻ്റെ ഫ്രണ്ട് നിൽക്കുകയാണ്, ഒരു 500 രൂപയുടെ ഓർഡർ വരികയാണ്, അതിലാണ് കൂടുതൽ ലാഭം കിട്ടുന്നത്. അപ്പം 4 പേർക്കും ഒരേപോലെ വരത്തില്ല. ഞാൻ എല്ലാ ദിവസവും 12 മണിക്കൂർ ഓടുന്ന ആണെങ്കിൽ ആ ഓർഡർ അവരെനിക്കായിരിക്കും തരുന്നത്, അല്ലെങ്കിൽ സിസ്റ്റം എനിക്കായിരിക്കും ഹൈലൈറ്റ് കാണിക്കുന്നത്. ഫാത്തിമ ഇപ്പോൾ രാവിലെ കോളേജിൽ പോയിട്ട് വൈകിട്ട് 3 മണിക്കൂർ ഓടുന്ന ആളാണെങ്കിൽ അത് ഫാത്തിമ കാണിക്കണമെന്നില്ല.
അപ്പോൾ ഇതൊക്കെ ഹൈടെക്കായിട്ടുള്ള അവർ കൂടുതൽ ഓടിയാലേ അവർക്ക് കൂടുതൽ പറയുന്ന പ്രോജക്റ്റുകളിൽ കൂടുതൽ ഇൻസെൻറ്റീവ് കിട്ടുമെന്നുള്ള അവസ്ഥയിലേക്ക് അത് പോവുകയാണ്. അവിടെ ഇൻസെൻറ്റീവുകൾ മാത്രമല്ല, അവിടെ നമ്മൾ UDF നമ്മുടെ മാനിഫെസ്റ്റോയിലും പറയും, നമ്മൾ കോർപ്പറേഷൻ ഇലക്ഷൻ പറഞ്ഞതാണ്, ഗിഗ് വർക്കേഴ്സിനുള്ള സഹായങ്ങൾ, അവർക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ, ഇൻസെൻറ്റീവുകൾ അടക്കമുള്ള കാര്യങ്ങൾ, അവർക്ക് ഈ വെയിലത്ത് നിൽക്കാതിരിക്കാനുള്ള ചില സമുച്ചയങ്ങളൊക്കെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥയിലൂടെ ആളുകളുടെ എണ്ണം കൂടിയപ്പോൾ ഒരു ദിവസം എത്ര ഓടിയാലും പെട്രോൾ അടിച്ചിട്ട് ഒരു 500-800 രൂപ കിട്ടാം, 1000 രൂപയിൽ കൂടുതൽ കിട്ടുന്ന ആൾക്കാരൊക്കെ നിങ്ങൾ വിശ്വസിച്ചോ രാവിലെ രാത്രി ഓടിയാൽ മാത്രമേ അവൻ 1000 രൂപ കിട്ടൂ. അവൻ്റെ ആരോഗ്യം, അവൻ പറന്നു പോകുന്നതിൻ്റെ സ്പീഡ്, എന്നിട്ടും അവനെ ഒന്ന് തൊഴിലാളി എന്നല്ല വിളിക്കുന്നത്. ഈ ഗിഗ് വർക്കേഴ്സായിട്ട് പോകുന്ന ചെറുപ്പക്കാരെയൊക്കെ കമ്പനി പാർട്ട്നേഴ്സ് എന്നാണ് വിളിക്കുന്നത്. അവരുടെ വാല്യുവേഷൻ കൂടുമ്പോൾ തൊഴിലാളിക്ക് തന്നെ അനുസൃതമായിട്ടുള്ള പണം കിട്ടുന്നില്ല. അതൊക്കെ ഞാൻ അഭിമാനത്തോടെ പറയുന്നു, ആദ്യമായി ഈ പറഞ്ഞ ഗിഗ് വർക്കേഴ്സിന് വേണ്ടിയുള്ള, അല്ലെങ്കിൽ സ്വിഗ്ഗി സൊമാറ്റോ ഓടുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു ബോർഡും ഒരു നിയമം കൊണ്ടുവന്നത് കർണാടകത്തിൽ ഇന്റർനാഷണൽ കോൺഗ്രസ് സർക്കാരാണ്. തീർച്ചയായിട്ടും നമ്മുടെ ഒരു ഗവൺമെൻറ് വരുമ്പോൾ അത്തരത്തിലുള്ള നിയമനിർമ്മാണങ്ങളും അവർക്കുള്ളൊരു സാമൂഹ്യ സുരക്ഷയും കൂടി കൊണ്ടുവരുന്നുള്ള നിയമങ്ങൾ വരുമെന്നുള്ള കാര്യത്തിൽ പൂർണ്ണ ഉറപ്പ് നമ്മളിവിടെ UDF നൽകുകയാണ്. തീർച്ചയായിട്ടും നമ്മൾ ഉറ്റുനോക്കുന്നത് ഇനി മുന്നോട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പും അത് കഴിഞ്ഞിട്ടുള്ള UDFൻ്റെ ഭരണവും തന്നെയാണ്. ഇപ്പം നമ്മുടെ STUവിൻ്റെ പ്രസിഡൻറ്റ് ഇവിടെ ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിന് കൂടി ചർച്ചയുടെ ഭാഗമായിട്ട് ഞാൻ ഈ ഒരു പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഒപ്പം ഒരു ചോദ്യം കൂടെ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിവുള്ള കാര്യമാണ്, നമ്മുടെ കേരളത്തിലെ കൃഷി മേഖല തകർന്നിരിക്കുകയാണ്, പരമ്പരാഗത തൊഴിൽ മേഖല തകർന്നിരിക്കുകയാണ്. ഈ ഒരു ക്ഷാമത്തിനെ ഒരു രോഷമാക്കിയിട്ട് മാറ്റാൻ എത്രത്തോളം STU എന്നുള്ള ഒരു സംഘടനയ്ക്ക് സാധിച്ചിട്ടുണ്ട്? ഞാനൊരു സ്റ്റോപ്പ് ഗ്യാപ്പ് അറേഞ്ച്മെൻറ്റ് നിലക്ക് ഇവിടെ ഇരുന്നതാണ്. ഈ കസേര ഒഴിവാക്കിയിടണ്ട എന്നുള്ളതുകൊണ്ട് മാത്രം. ഇതിൽ പങ്കെടുക്കേണ്ട അൻവർ സാഹിബ് ഇവിടെ കോഴിക്കോട് എത്തിയിട്ടുണ്ട്. ട്രാഫിക് ബ്ലോക്കിൽ കുടുങ്ങിയിരിക്കുക എന്ന് സദസ്സിനെ അറിയിക്കുകയാണ്. ഇവിടെ നമ്മുടെ മോഡറേറ്റർ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. ഈ കാർഷിക രംഗത്തും അതുപോലെ തന്നെ പരമ്പരാഗത തൊഴിൽ മേഖലയിലുമുള്ള കനത്ത പ്രതിസന്ധി, ആ പ്രതിസന്ധി കേരളത്തിൻ്റെ മാത്രമല്ല, പൊതുവിൽ രാജ്യത്തിൻ്റെ മുഴുവൻ പ്രതിസന്ധിയുടെ കൂടി ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ കാണാൻ സാധിക്കുക. പരമ്പരാഗത തൊഴിൽ മേഖല ഒരു കാലത്ത് കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഗുണപരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒന്നാണ്. ആ പരമ്പരാഗത വ്യവസായ ശൃംഖല സമ്പൂർണ്ണമായി തകർന്നു എന്ന് പറഞ്ഞാൽ അതിലൊരു തെറ്റുമില്ല. യഥാർത്ഥത്തിൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ ഇതൊരു തൊഴിലാളി വർഗ ഗവൺമെൻറ്റാണ് രാജ്യം ഭരിക്കുന്നത് എന്നുള്ളതാണ് ഇവർ അവകാശപ്പെടുന്നത്. ഇന്നലെ വളരെ കൃത്യമായിട്ട് ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞു, ഇടതുപക്ഷം എന്നുള്ള നാമകരണത്തിനും തൊഴിലാളി പക്ഷം എന്നുള്ള നാമകരണത്തിനും ഒട്ടും അനുയോജ്യമല്ലാത്തവരാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഈ പരമ്പരാഗത തൊഴിൽ മേഖല നോക്കിയാൽ തന്നെ കാണാൻ സാധിക്കും. ബഹുമാന്യനായ ശബരിനാഥിൻ്റെ വന്ദനായ പിതാവ് ജി കാർത്തികേയനൊക്കെ തന്നെ കേരളത്തിലെ ഈ മേഖലയിലൊക്കെ പ്രവർത്തിച്ചിരുന്ന തൊഴിലാളി നേതാക്കന്മാരാണ്. ഒന്നും കേരളത്തിൽ നിലവിലില്ല. പരമ്പരാഗത തൊഴിൽ മേഖല എന്ന് പറയുമ്പോൾ കയറ്, കൈത്തറി, കശുവണ്ടി തുടങ്ങിയിട്ടുള്ളതാണ് യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ ബീഡി തുടങ്ങിയിട്ടുള്ള നെയ്ത്തെല്ലാം തുടങ്ങിയിട്ടുള്ള പരമ്പരാഗത തൊഴിൽ മേഖല. അതിനെ ഒന്ന് പിടിച്ചു നിർത്താനുള്ള യാതൊരു നടപടിയും കേരളത്തിലെ ഗവൺമെൻറ് സ്വീകരിച്ചിട്ടില്ല. ഇവിടെ മോഡറേറ്റ് ചോദിച്ച ചോദ്യം, അതിനെ റിവൈവ് ചെയ്ത് കൊണ്ടുവരാൻ എന്താണ് ചെയ്യാൻ സാധിക്കുക? മറ്റൊന്നുമില്ല, ഇതിനെ മോഡേണൈസ് ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് ഇനി റിവൈവ് ചെയ്ത് പോകാൻ സാധിക്കൂ. പണ്ടത്തതുപോലുള്ള നെയ്ത്തും പണ്ടത്തതുപോലുള്ള ഉൽപ്പാദന സംവിധാനങ്ങളും വെച്ചുകൊണ്ട് ഇതിനെ റിവൈവ് ചെയ്ത് പോകാൻ സാധിക്കില്ല. കാലം മാറി, ആ ആധുനിക സംവിധാനത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ബഹുമാന്യനായിട്ടുള്ള PV അൻവർ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹം വരുന്നത് വരെ ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് റിവൈവ് ചെയ്യാനുള്ള മാർഗം ഇതിനെ ആധുനികവൽക്കരിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു? പരമ്പരാഗതം അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിഹാരം എന്ന് പറയുന്നത് ഇതിൻ്റെ ആധുനികവൽക്കരണം റിവൈവലുമാണ്. ആധുനികവൽക്കരണത്തെക്കുറിച്ച് പറയുമ്പോൾ
ഇന്നലെ പൊതുസമ്മേളനത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ ഒരു കാര്യം ഊന്നി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഭാഗമായി ഉള്ള തൊഴിൽ നഷ്ടപ്പെടുത്തലല്ല ആവശ്യം. തൊഴിലാളിയെ സംരക്ഷിച്ചുകൊണ്ട് അവൻ്റെ അധ്വാന ഭാരം ലഘൂകരിച്ചു കൊണ്ടുള്ള മാറ്റങ്ങളാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ബഹുമാന്യനായിട്ടുള്ള അൻവർ സാഹിബിനെ ഈ സദസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. ബഹുമാന്യനായിട്ടുള്ള PV അൻവർ സാഹിബിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അപ്പം നേരിട്ട് ചോദ്യത്തിലേക്ക് കടക്കട്ടെ. ഇതുവരെ ഞങ്ങൾ കേരളത്തിലെ നിലവിലുള്ള തൊഴിലാളികളുടെ ഒരു വ്യാഖ്യാനം, ഈ സർക്കാർ നൽകിയൊരു വ്യാഖ്യാനത്തെക്കുറിച്ചും പിന്നെ എങ്ങനെയാണ് സർക്കാരിൻ്റെ നിലപാട് എന്നുള്ളതിനെക്കുറിച്ചും പിന്നെ അവരുടെ സ്ഥിരം കവിതയുണ്ടല്ലോ, അപ്പോൾ അവസാനം ബഡ്ജറ്റിൽ വരെ അവർ ചൊല്ലി വെച്ചിട്ടുള്ള മതമാണ് 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 പ്രശ്നം, ഇതൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്തു പോയി. അപ്പം ഭരണത്തെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളതല്ല ഒരിക്കലും പ്രതിപക്ഷത്തിൻ്റെ ധർമ്മം. നിലവിൽ നമുക്ക് അക്ഷരം, ആരോഗ്യം, സൗന്ദര്യം എന്നുള്ള ഒരു 3 ഘടകം എടുത്തുകൊണ്ട് കേരളത്തിൻ്റെ വികസനത്തിനെ നമുക്ക് വായിക്കുകയാണ് എങ്കിൽ അങ്ങ് പ്രത്യേകിച്ച് അവസാനമായിട്ട് നടത്തിയിട്ടുള്ള ചെറുത്തുനിപ്പൊക്കെ കേരളത്തിലുള്ള ജനങ്ങൾ കണ്ടതാണ്. എങ്ങനെയാണ് യഥാർത്ഥത്തിൽ തൊഴിലാളികളോട് ഈ സർക്കാർ പെരുമാറുന്നത്? വികസനത്തിൽ എത്ര വരെ ഈ സർക്കാരിന് നമ്മൾ മാർക്കിടും? യഥാർത്ഥത്തിൽ പ്രിയമുള്ളവരെ, നിങ്ങൾ അഡ്രസ്സ് ചെയ്തിട്ടില്ല. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ളൊരു ഗവൺമെൻറ്റാണല്ലോ ഉള്ളത്. കമ്മ്യൂണിസം നിലനിൽക്കുന്നത് തന്നെ സാധാരണക്കാരുടെയും പാവപ്പെട്ടവരുടെയും സർവ്വലോക തൊഴിലാളികളെ സംഘടിക്കുവിൻ എന്ന ഒരു മുദ്രാവാക്യത്തിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയാണ് ആ സംവിധാനം തന്നെ ഉണ്ടായി വന്നതും വളർന്നു വന്നതും ഒരു പരിധി വരെ നിലനിൽക്കുന്നത്. കേരളത്തിൽ ഈ 2ാം പിണറായി ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ അധികാരത്തിലെത്തിക്കാൻ വേണ്ടിയിട്ട് കഠിനാധ്വാനം നടത്തിയ ഒരു വിഭാഗം എന്ന് പറയുന്നത് കേരളത്തിലെ എല്ലാ തൊഴിൽ മേഖലകളിലും പെട്ട തൊഴിലാളി വർഗം തന്നെയാണ്. പക്ഷെ 2ാം പിണറായി ഗവൺമെൻറ് എന്ന് പറയുന്നത് അധികാരത്തിലേറിയതിന് ശേഷം കേരളത്തിലെ ഒരു ഗവൺമെൻറ്റും ചെയ്തിട്ടില്ലാത്ത വിധമുള്ള തൊഴിലാളി വിരുദ്ധ നിലപാട് മാത്രം സ്വീകരിച്ച് പരിപൂർണമായും ഒരു വലതുപക്ഷ മുതലാളിത്ത ചേരിയിലേക്ക് പെട്ടെന്ന് ഒരു മാറ്റം വരികയാണ്. ഒരു രാഷ്ട്രീയ സംവിധാനത്തിന്, ഒരു ആശയത്തിന്, ഒരു ആദർശത്തിന് കാലഘട്ടം കൊണ്ട് വ്യതിയാനങ്ങൾ വരാറുണ്ട്. പക്ഷേ നിമിഷ നേരം കൊണ്ട്, മാസങ്ങൾ കൊണ്ട്, ദിവസങ്ങൾ കൊണ്ട് എങ്ങനെയാണ് ഒരു സംവിധാനം, ഒരു ആശയം വളർത്തിയെടുത്തത്, അതിന് ഘടകവിരുദ്ധമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് കേരളത്തിലെ പിണറായി ഗവൺമെൻറ് മാറി എന്നത് വസ്തുതയാണ്. തോന ഉദാഹരണമൊന്നും പറയണ്ട. ഇപ്പം നമ്മുടെ ആശാ വർക്കർമാരെ മാത്രം നിങ്ങൾ എടുത്താൽ മതി, അല്ലേ? ഈ ആശാ വർക്കർമാരുടെ സമരത്തോട് ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് എടുത്ത നിലപാടെന്താ? 232 രൂപയാണ് അവർക്ക് ഒരു ദിവസം കിട്ടുന്നത്. 7200 ചില്ലാനം രൂപ. അതൊരു 500 രൂപയാക്കി 15,000 രൂപയാക്കിയിട്ടെങ്കിലും ഉയർത്തിത്തരണം എന്ന് പറഞ്ഞാണ് സമരം ആരംഭിക്കുന്നത്. ഞങ്ങൾക്ക് പിരിഞ്ഞു പോകുമ്പോൾ എന്തെങ്കിലും കിട്ടണം. ഈ ഗവൺമെൻറ്റിനെ കൊറോണ സമയത്ത് ഇവിടെ താങ്ങി നിർത്തിയ, നാട്ടിലെ ജനങ്ങൾക്ക് ആശ്വാസം നൽകിയ, ജീവൻ പണയം വെച്ച് പണിയെടുത്ത സഹോദരിമാരാണ് ഈ പറയുന്ന വിഭാഗം. അവരാശയാണ്, അവരുടെ ജീവിതത്തിലെ ആശയറ്റപ്പോഴാണ് അവർ പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങി വന്നത്. ആ സമരം 8 മാസത്തിലധികം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നടത്തി. 2025 എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഫെബ്രുവരി 5-ാം തീയതിയോ 6-ാം തീയതിയോ ആണ് സമരം ആരംഭിക്കുന്നത്. എന്താണ് ഈ ഗവൺമെൻറ്, ഈ തൊഴിലാളി വർഗ ഗവൺമെൻറ് എടുത്തത്? CITU നേതാക്കന്മാരുടെ നിലപാട് ആ സമരത്തോടെ എന്തായിരുന്നു?
എന്തൊക്കെ കാര്യങ്ങളാണ് അവരെ അവഹേളിച്ചുകൊണ്ട് CPM-ൻ്റെ നേതാക്കന്മാർ നടത്തിയ പ്രസ്താവന. ഒരു ചർച്ചക്ക് പോലും വിളിക്കാതെ രാപ്പകലില്ലാതെ അവിടെ ഇരുന്നു. കേരളം മുഴുവൻ അവർ നടന്നു. ഇപ്പോൾ ഈ കഴിഞ്ഞ ത്രിതല തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിൽ അവരുടെ കണ്ണീര് ഈ എന്താ പറയുക, കേരളത്തിൻ്റെ മണ്ണിൽ വീണതിൻ്റെ ആ കണ്ണീരിൻ്റെ വില ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു എന്ന് വിശ്വസിക്കുന്നവനാണ്. ചർച്ചയ്ക്ക് തയ്യാറായില്ല. എന്താ ചർച്ചയ്ക്ക് തയ്യാറാത്തതിൻ്റെ കാരണം? പിണറായിയുമായി ആലോചിച്ചില്ല എന്ന സമരം. അവരോട് ആവശ്യപ്പെട്ട് നിങ്ങൾ സമരം നിർത്തണം. സമരം നിങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, ഫെബ്രുവരിയിലാണ് സമരം ആരംഭിക്കുന്നത്. മാർച്ചിൽ CAT-യുമായി ആലോചിച്ചൊരു സംയുക്ത സമരം നിങ്ങൾ ആരംഭിക്കുക, ഞങ്ങൾ കൂട്ടിത്തരാം. ഇതാണ് സ്വകാര്യ ചർച്ചയിലുണ്ടായത്. ഈ 8 ചില്ലാനം മാസം അവർ ഈ സമരം നടത്തിയിട്ട് അവസാനം ഒരു 100 റുപ്യയെങ്കിലും കൂട്ടിത്തരാൻ, ഈ 7000 ചില്ലാനം എന്നുള്ളൊരു 10,000 ആക്കി തരാൻ. നമ്മളെ ഗ്രാമങ്ങളിലെ സാധാരണ എന്താ പറയുക, ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിച്ച് 2 പൊറാട്ടയും ഒരു ചായയും എന്താ പറയുക ഒരു ബീഫും കഴിച്ചാൽ 150 റുപ്യ കൊടുക്കാതെ നാട്ടിൽ നിന്ന് കിട്ടൂല. 1 കിലോ മത്തി കോഴിക്കോട്ടുകാർ ചിലപ്പോൾ ചാളാന്ന് പറയും, ശബരിയൊക്കെ ചാളയായിരിക്കും അല്ലേ? ചാള. നമ്മളെ സമൂഹത്തിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ എന്താ പറയുക പ്രധാന ഒരു മത്സ്യം എന്ന നിലക്ക് നമ്മൾ കണക്കാക്കപ്പെട്ടൊരു സാധനമാണ് ഈ സാധനം. ഞാൻ ഇപ്പോൾ ചാലിയത്തു നിന്നാണ് വരുന്നത്. അവിടുത്തെ മത്സ്യത്തൊഴിലാളികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അവിടെ പോയി വരികയാണ്. ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. ആ ചാള വാങ്ങണമെങ്കിൽ ഇന്ന് കിലോക്ക് എത്രയാണ്? 100-200 അവിടെയാണ് ഇവർ ഈ എന്താ പറയുക ഈ കേരളത്തിലെ 3.5 കോടി ജനങ്ങളും അത് ജെനുവിനാണ് ആ സമരം, അവർക്കത് കൂട്ടിക്കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഈ ധാർഷ്ട്യം ഉണ്ടല്ലോ. എന്താണ് ആ ധാർഷ്ട്യം? എന്താണ് ഈ പിണറായിസം? നിങ്ങൾക്കെന്താ ഇനിയും മനസ്സിലാവാത്തത്? ലോകത്തെവിടെയും കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഒരു ജനാധിപത്യ മതേതര ഉത്ബുദ്ധരായ കേരള സമൂഹത്തിൻ്റെ മുന്നിൽ ഒരു മനുഷ്യനിങ്ങനെ നിന്നിട്ട് ഞാൻ എന്തും നടത്തും, നിങ്ങൾ അനുഭവിച്ചോളൂ. 10 വണ്ടി മുന്നിൽ, 15 വണ്ടി ബാക്കിൽ, കണ്ടിട്ടുണ്ടോ നിങ്ങൾ? എന്നിട്ട് ഇങ്ങനെ പോവുക ടക്ക 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 അല്ലേ? 29 സന്ദർശനം നടത്തിയ വിദേശത്ത്. 29 സന്ദർശനം. എത്ര കോടിയാ റുപ്യ? മക്കളും മരുമക്കളും 100 റുപ്യൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് കൊടുന്നോ? 100 റുപ്യ. പോപ്പിനെ കാണാൻ മുഴുവൻ പോയിക്കോട്ടെ. ഇനിയിപ്പോൾ അതും കൂടിയല്ലേ ബാക്കിയുള്ളൂ. നടക്കട്ടെ, 29-30 ആയിക്കോട്ടെ, കുഴപ്പമില്ല, നമ്മൾ സഹിക്കുന്നേ. അപ്പം ഇതുപോലുള്ളൊരു മുഖ്യമന്ത്രി എങ്ങനെയാ അദാനിയെ കെട്ടിപ്പിടിക്കുകയാണ് വാസവൻ. ഞങ്ങളെ പാർട്ട്ണറാണ് അല്ലേ? അപ്പോൾ എവിടെയാ സ്നേഹം? സ്നേഹം മുഴുവൻ എവിടെയാണ്? മുതലാളിമാരുടെ പെർഫ്യൂമിൻ്റെ ഗന്ധം മാത്രമേ ഇവർ ഇഷ്ടപ്പെടുള്ളൂ. തൊഴിലാളി വർഗത്തിൻ്റെ വിയർപ്പ് ഇവർക്ക് അലർജിയാണ്. അലർജി. ഞാൻ വെറുതെ ഇറങ്ങി വന്നതല്ല, നമ്മളൊന്നും കമ്മ്യൂണിസ്റ്റുകാരായിട്ട് പോയതല്ല. ശബരിയൊക്കെ ഈ എന്താ പറയുക കേസ് തുടങ്ങുന്നതിന് മുമ്പ് ഏർപ്പാടിലുള്ള ആൾക്കാർ ഞങ്ങൾ വയസ്സിന് 10 വയസ്സിൻ്റെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമ്മളൊരു ഘട്ടത്തിൽ അപ്പുറത്തേക്ക് പോകുന്ന ഒറ്റ കാര്യം കൊണ്ടായിരുന്നു, 2 കാര്യം കൊണ്ട്. ഒന്ന്, ഇവരുടെ മതേതര നിലപാട്, ഈ പറയുന്ന ഫാസിസ്റ്റുകൾക്കെതിരെ നിലപാടെടുത്ത് ഈ നാടിൻ്റെ മതസൗഹാർദ്ദം നിലനിർത്താൻ അവരോടൊപ്പം നിന്ന് ഈ ഫാസിസ്റ്റുകൾക്കെതിരെ പോരാടുക. പിന്നെന്താ? പിന്നെ തൊഴിലാളി വർഗം. റസൂലുള്ള പറഞ്ഞത് വരമ്പത്ത് ഇന്ന് കയറുന്നതിന് മുമ്പ് കൂലി കൊടുക്കണം, വിയർപ്പ് പറ്റുന്നതിന് മുമ്പ് തൊഴിലാളികൾക്ക് കൂലി കൊടുക്കണം എന്ന് പറഞ്ഞു. അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിയ സാഹചര്യങ്ങൾ, ചരിത്രമൊക്കെ നമുക്കറിയാം. അപ്പം അവരോട് നീതി പുലർത്തുന്ന, അവർക്ക് വേണ്ടി ശബ്ദിക്കുന്ന ഒരു വിഭാഗം. ഈ 2 കാര്യമാണ് PVN അതിലേക്ക് ആകർഷിച്ചിരുന്നത്. മറ്റൊന്നും നമുക്ക് എന്താ പറയുക ഇടപെടാൻ കഴിയുന്നതല്ല. അത് രണ്ടും നേരെ കുത്തനെ തിരിഞ്ഞു, ഓപ്പോസിറ്റ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് ഇപ്പം പറയുന്നത് വികസിത കേരളമാണ്. മൂപ്പർക്ക് മലയാളം അറിയില്ലെങ്കിൽ അത് മൂപ്പര് പഠിച്ചു വെച്ചിട്ടുണ്ട്.
വികസിത കേരളത്തെക്കുറിച്ച് BJP സംസാരിക്കുമ്പോൾ പച്ചവർഗീയത പറഞ്ഞാൽ ഇവിടെ ഒരു ചുക്കും നടക്കൂല കേരളത്തിൽ എന്ന് ബോധ്യപ്പെട്ട് ആ പാർട്ടി പോലും കേരളത്തിന് പ്രത്യേക ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ഉണ്ടാക്കി മുന്നോട്ട് പോകുമ്പോഴാണ് വെള്ളാപ്പള്ളിയും അരുവനും മൂപ്പരൊക്കെ പാടെ കൂടിയിട്ട് ഇങ്ങനെ ഒന്ന് ആലോചിച്ചോക്കുങ്ങൾ എവിടത്തേക്കാണ് കൊണ്ടുപോകുന്നത്. എന്നിട്ട് ഇങ്ങനെ പറയാം അര വോട്ടിന് വേണ്ടി ഞങ്ങൾ നിലപാട് മാറ്റൂല. ഒന്നും പറയാനില്ല. ഇപ്പം ഈ വികസന ജാഥ നടക്കേണ്ട ബേപ്പൂരിൽ 24 മിനിറ്റും ആ 30 സെക്കൻഡും മന്ത്രി പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടു. അതിലൊരു തൊഴിലാളി എന്ന വാക്കതിലില്ല. ഒരു തൊഴിലാളി അറിയാം നമുക്ക്, ഒരു തൊഴിലാളി വർഗ പാർട്ടി. അത് നിങ്ങളൊന്ന് നെറ്റിൽ അടിച്ചു നോക്കണം. ആകെ മൂപ്പർക്ക് പറയാനുള്ളത് എന്താ, ആകാശത്ത് കൂടെ വിമാനം പറപ്പിച്ചു. ഇപ്പം മറ്റെന്തൊരു വിമാനം, വെള്ളത്തേക്ക് ചാടുന്ന വിമാനം വരുന്നുണ്ട്. എന്താ സീപ്ലെയിൻ, കുറേ ബലൂൺ ആകാശത്ത് കൂടെ വിട്ട് കാണുന്ന സകല പാലും മാന്തി പൊളിച്ച് അവിടെ പെയിന്റ് അടിച്ച് അവിടെ ലൈറ്റ് ഇട്ട്. അൻവർ സാഹിബ് അന്ന് സീപ്ലെയിൻ ബഹുമാന്യനായിട്ടുള്ള ഉമ്മൻചാണ്ടി സാർ കൊണ്ടുവരാൻ ശ്രമിച്ച സമയത്ത് സമരം ചെയ്ത ആളുകളാണ് ഇന്ന് അത് ഇറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആവേശത്തിലിരിക്കുന്നത് എന്നുള്ള ഒരു വൈരുദ്ധ്യം കൂടി ഉണ്ട്. അല്ല, അത് ആ മീനൊക്കെ മാറി. ആ മീൻ ചാവും, മത്സ്യബന്ധനം നടക്കൂല എന്ന് പറഞ്ഞിരുന്നത്. ആ മീനൊക്കെ ഇപ്പോൾ CPM ആയതുകൊണ്ട് മീൻ പ്ലെയിൻ വരുമ്പോൾ മാറിക്കൊടുക്കും, പിന്നെ അങ്ങോട്ട് കയറി നിൽക്കും. അതൊക്കെ ചെറിയ പ്രശ്നമാണ്. അങ്ങനെ നമ്മൾ പറയുകയാണെങ്കിൽ എന്താ പറയുക, ഇഷ്ടംപോലെ പറയാനുണ്ട്. അപ്പം അത് ഒരു പ്രശ്നമില്ല, അതൊരു പറഞ്ഞത് മാനേജ് ചെയ്യും. മനസ്സിലായില്ലേ? അപ്പം ഇവരൊക്കെ ഞാനത് പറയാൻ കാരണം ഇവരുടെ ലെവലേ മാറി. മനസ്സിലായില്ലേ? എനിക്ക് ചിലത് പറയണ്ട്, ഇവിടെ പറയാൻ പറ്റില്ല, മുപ്പച്ചാരി ഇവിടെ ഇരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ പറയരുന്നു. അപ്പോൾ അവരുടെ ലെവൽ തന്നെ മാറി. അവരൊക്കെ ഹൈഫൈ ഒരു ലെവലിലേക്ക് പോകണം. നിങ്ങളത് നോക്കണ്ട. ഇപ്പോഴത്തെ LC സെക്രട്ടറിമാർ എന്താണ് അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്? ഏത് ഹോട്ടലിൽ നിന്നാണ്? നമ്മളൊക്കെ എപ്പോഴും പെട്ടിപ്പിടി കണ്ട എനിക്ക് ചായ കുടിക്കാൻ ഇഷ്ടം അവിടെ. കാരണം എന്താ, ആ ചായ ഉണ്ടാക്കണവൻ്റെ അടുത്ത് നിന്നിട്ട് ലേശം പൊടിയും കൂടി ഇട്ട് ഒന്നും കൂടി ഇളക്ക്, ഒന്നും കൂടി നമ്മുടെ ഇഷ്ടത്തിൽ ചായ കിട്ടും. മറ്റേത് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ സോട്ടും കൂട്ടുവിട്ട് ആൾക്കാർ കൊണ്ടു തരുന്ന ചായ എന്ന് പറയും ചിലപ്പോൾ കാടികളിലേക്കാണ്, അത് കുടിച്ച് പോരലാണ്. അപ്പോൾ നമ്മൾ അത്തരം മേഖലകളിൽ നമ്മളിങ്ങനെ ജനങ്ങളുടെ ഇടയിൽ കൂടെ നടക്കുമ്പോൾ ഇവർക്കതൊന്നും ചിന്തിക്കാൻ പറ്റില്ല. ഒരു CIT-കാരൻ, ഒരു ചുമട്ട് തൊഴിലാളി റോട്ടിൽ നിൽക്കുന്നുണ്ടെങ്കിൽ പോവുകയാണെങ്കിൽ ആ ഓട്ടോറിക്ഷ കയറിക്കുന്നിട്ടാണ് വന്നു പറയും. കാരണം എന്താ, അതിനുള്ളിൽ കയറി അവനെ മണക്കും. മനസ്സിലായില്ലേ? ഈ രീതിയിലേക്ക് എന്താ പറയുക, ഇവർ അവരുടെ മൈൻഡ് സെറ്റാവുകയാണ്. ഒന്നുമില്ലായ്മയിൽ നിന്ന് ഈ പണ്ട് പണമുള്ളവരെ എതിർക്കുക, ഓനെ കൊന്ന് കൊല വിളിക്കുക, ഓൻ്റെ സംവിധാനങ്ങൾ തകർക്കുക എന്നതിൽ അപ്പുറം വേറൊരു ചിന്തയുണ്ടായിരുന്നില്ല. ഇവിടെ അധികാര വികേന്ദ്രീകരണം നടന്നു. 5 പൈസക്ക് വരുമാനം ഉണ്ടായിരുന്ന പഞ്ചായത്തുകൾക്ക് സർക്കാരിൻ്റെ ഷെയറുകൾ വരാൻ തുടങ്ങി, പൈസ വരാൻ തുടങ്ങി, സംവിധാനങ്ങൾ മാറി, ഡെവലപ്മെൻറ്റ് മാറി. അപ്പോൾ ഇവരിങ്ങനെ പൈസ കാണാൻ തുടങ്ങി, പൈസൻ്റെ സൗകര്യങ്ങൾ, ഗുണങ്ങൾ. അപ്പം എങ്ങനെ സമ്പാദിക്കാം, എങ്ങനെ പിടിച്ചു പറിക്കാം, അതാണ് ക്ലാസ്. അത് എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും അല്ല കേട്ടോ, ഒരിക്കലും അല്ലേ, ഞാൻ ഇപ്പോഴും പറയാം. ഒരു വിഭാഗം അങ്ങനെ ഡെവലപ്പ് ചെയ്തു. കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും. ഞാൻ ഈ പറയുന്ന പിണറായിസത്തിൻ്റെ വക്താക്കൾ എന്ന് പറയുന്നത് ഈ വിഭാഗമാണ്. അത് ബ്രാഞ്ച് സെക്രട്ടറി പിണറായി, ലോക്കൽ സെക്രട്ടറി പിണറായി, ജില്ലാ സെക്രട്ടറി പിണറായി, സംസ്ഥാന സെക്രട്ടേറിയറ്റ് പിണറായി, പോളിറ്റ് ബ്യൂറോ വരെ ഇങ്ങനൊരു വിഭാഗമുണ്ട്. അവരുടെ കയ്യിലാണ്. ഈ പാർട്ടിക്ക് വേണ്ടി തൊഴിലെടുത്ത് അധ്വാനിച്ച കഷ്ടപ്പെട്ട എല്ലാവരും സൈഡ് ലൈൻ ചെയ്യപ്പെട്ടു. ഒരു പുതിയ വിഭാഗത്തെ, പുതിയൊരു സംസ്കാരത്തെ വളർത്തിയെടുത്തു. അതിൻ്റെ അധപ്പതനം എന്ന് പറയുന്നത് നിങ്ങൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് തൊഴിലാളികളുമായി ബന്ധപ്പെട്ട, വിയർപ്പൊഴുക്കുന്നവരുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള അകൽച്ചയിലേക്ക് ആ പാർട്ടി പോയി. ഈ വളർന്നു വരുന്നവർ ഈ പറയുന്ന 100 ഉറുപ്പിക ഇസ്തിരിയിടാൻ തേച്ച് മിനുക്കിയ വസ്ത്രങ്ങളിട്ട് AC കാറിൽ സഞ്ചരിക്കുന്ന പേരിന് തൊഴിലാളി എന്ന് പറയുന്ന മുതലാളി വർഗ പാർട്ടിയായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മാറി. അതുതന്നെയാണ് വിഷയം. അതുതന്നെയാണ് പിണറായിസം. അതാണ് പിണറായിസം. ഒരു കാര്യം നിങ്ങൾ എഴുതി വെച്ചോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശവപ്പെട്ടിയിൽ അവസാനത്തെ ആണി അടിച്ചിട്ട്
ഈ പിണറായി 26 തെരഞ്ഞെടുപ്പിൽ ഇറങ്ങിപ്പോകും. ബഹുമാന്യനായിട്ടുള്ള അൻവർ സാഹിബ് സംസാരിച്ചതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ ഷിബു ഖാനോട് ചോദിക്കുന്നത്. ഷിബു, അതായത് നമ്മൾ ഒരു അരനൂറ്റാണ്ട് മുമ്പ് നമ്മളെ ചെന്നൈയിലെ മറൈൻ ബീച്ച്, ആ ബീച്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ സാംസ്കാരിക നായകന്മാരൊക്കെ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, തീരെ വൃത്തിയില്ലാത്ത ബീച്ചാണിത്. അപ്പം നേരത്തെ അൻവർക്ക് തന്നെ സംസാരിക്കുമ്പോൾ പറഞ്ഞു, വൃത്തി എന്ന് പറയുന്ന ഒരു സൗന്ദര്യവൽക്കരണത്തിന് വേണ്ടിയിട്ട് AC-യിലിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് അവർ ജോലി കഴിഞ്ഞ് പോകുമ്പം കിട്ടേണ്ട ഒരു ഇളം കാറ്റ്, അവർക്ക് കാണേണ്ട ഒരു നയന സൗന്ദര്യത്തിൻ്റെ ഒരു രീതി, ഇതെല്ലാമാണ് ഒരു ബീച്ചിൻ്റെ മാതൃക എന്ന് വിശേഷിപ്പിക്കുകയും അതിനനുസരിച്ച് അതിനുശേഷം നമ്മൾ സൂററ്റിൽ കണ്ടു, ഗോദ്രയിൽ കണ്ടു, ഇത്തരത്തിലുള്ള സമരങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടു. ഇപ്പോൾ കേരളത്തിലേക്ക് വരുമ്പം കേരളത്തിൻ്റെ തീരദേശ മേഖലയിലൊക്കെ സർക്കാർ നടത്തുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ കാണുകയാണ്. അപ്പോൾ അവിടെയുള്ള സാധാരണക്കാരനായിട്ടുള്ള മനുഷ്യന് അവൻ്റെ വിയർപ്പ്, അവൻ്റെ ഭക്ഷണം എന്ന് പറയുന്നത് മീനും ആ മണ്ണുമാണ്. അപ്പം ഈ ആളുകളോട് ഏത് രൂപത്തിലുള്ള സമീപനം സർക്കാർ സ്വീകരിക്കുമ്പോഴും അതിൽ മൂന്നാമതൊരാളെ കൊണ്ടുവരിക, പുറത്തു നിന്ന് മൂന്നാമതൊരാളെ കൊണ്ടുവരിക. അപ്പോൾ അതിൽ സാംസ്കാരിക നായകന്മാർക്കൊരു റോളുണ്ട്. കാരണം അവരൊരു മാതൃക പൊതുജനങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. ഏറ്റവും നല്ല ബീച്ച് എന്ന് പറയുമ്പം പുറത്തുള്ള ആളുകൾക്ക് കാണാൻ വേണ്ടിയിട്ട്, അതായത് പുറത്തു നിന്ന് വരുന്ന ആളുകളുടെ സൗന്ദര്യ സങ്കല്പനത്തിന് വേണ്ടിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഒരു മാതൃക ഇവിടെ ഉണ്ടാക്കുക, എന്നാൽ യഥാർത്ഥ അവകാശികളെ അതിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഒരു രീതി. അപ്പോൾ അതിൽ ഈ എനിക്ക് അറിയേണ്ടത് ഇതാണ്, സാംസ്കാരിക നായകർ എന്ന് പറയുന്ന ഒരു കൂട്ടുണ്ട്. ഇപ്പം നിലമ്പൂർ ഇലക്ഷൻ്റെ സമയത്ത് ഈ ആശാ വർക്കർമാർ സമരം ചെയ്ത് അവർ നിലമ്പൂർ ഇലക്ഷൻ്റെ സമയത്ത് അവിടെ വന്ന് ജനങ്ങളോട് സംസാരിച്ചിരുന്നു. അതേ സമയത്ത് സാംസ്കാരിക നായകന്മാർ എന്ന് പറയുന്ന ആളുകൾ അവിടെ വന്ന് ഇടതുപക്ഷത്തിന് വേണ്ടി വോട്ട് ചോദിച്ചു. അപ്പോൾ ഇതൊക്കെ സാംസ്കാരിക നായകന്മാരാണല്ലോ. യഥാർത്ഥത്തിലെ കേരളത്തിലുള്ള സാംസ്കാരിക നായകന്മാരുടെ മുഖം എന്താണ്? അത് തൊഴിലാളി വിഭാഗവുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ അവരുടെ നിലപാടുകളിലൊക്കെയുള്ള മാറ്റവും നമ്മൾ കാണുന്നുണ്ട്. അല്ല, അൻവർക്ക് ഇരിക്കുന്ന വേദിയിൽ ഉത്തരം പറയാൻ പറ്റിയൊരു ചോദ്യമാണിത്. ഒരു സാംസ്കാരിക നായകന്മാരെന്ന് പറഞ്ഞാൽ മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിൻമുഖം എന്ന് പാടിക്കൊണ്ടേയിരുന്നാൽ കിട്ടുന്ന സൗഭാഗ്യങ്ങൾ വളരെ വലുതാണ്. നിലമ്പൂരിൽ ഒരു ഭാഗത്ത് ആശമാർ ഈ ഗവൺമെൻറ് നടത്തുന്ന അങ്ങേയറ്റം സമൂഹത്തിൽ അടിത്തട്ട് മനുഷ്യരെ അവഗണിക്കുന്ന സമീപനങ്ങൾക്കെതിരെ ക്യാമ്പയിൻ ചെയ്യുമ്പോൾ അവർക്കൊരു മീഡിയ അറ്റൻഷനും കിട്ടില്ല. എന്നാൽ ഇപ്പുറം വരുന്ന സാംസ്കാരിക നായകന്മാർക്ക് വലിയ മീഡിയ അറ്റൻഷൻ കിട്ടും. ഞാൻ അൻവർക്ക് ഇരിക്കുമ്പോൾ എന്ന് പറയാൻ കാര്യം, ഈ കവിത ഇങ്ങനെ പാടിക്കൊണ്ടേയിരുന്നെങ്കിൽ ഈ കേരളത്തിലെ 2ാം പിണറായി സർക്കാരിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും നന്നായി ലഭിക്കുമായിരുന്ന, ഇനി പറയുന്ന പോലെ 3ാം പിണറായി സർക്കാർ വന്നാൽ അതിൽ ഇതിനേക്കാൾ വലിയ പരിഗണന ലഭിക്കുമായിരുന്ന ഒരാളായിരുന്നു അദ്ദേഹം. അതിൽ അൻവർ ഇരിക്കുമ്പോൾ പറയാം, എനിക്ക് അൻവർക്ക് LDF-ലുള്ള കാലത്ത് ഒരുപാട് ഇടതുപക്ഷ നേതാക്കന്മാരെ നമുക്ക് ഇഷ്ടമാണ്. പക്ഷേ മൂപ്പരോട് ഭയങ്കര ദേഷ്യമായിരുന്നു. കാരണം മൂപ്പര് അവരുടെ കൂട്ടത്തിൽ ഏറ്റവും അഗ്രസീവായ ഒരാളായിരുന്നു. ആദ്യഘട്ടത്തിൽ PV അൻവർ എന്ന കേരളത്തിലെ ഒരു ഇടതുപക്ഷത്തിൻ്റെ മുഖമായി നിന്ന നേതാവ്, അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് വരുന്നൊരു സന്ദർഭം മുതൽ ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധിക്കുക. ആദ്യത്തെ ഘട്ടത്തിൽ അദ്ദേഹം ഇന്നെടുത്തതിൻ്റെ നേർവിപരീതമാണ്. അദ്ദേഹം ഉന്നയിച്ച പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്ന ഒരു കേന്ദ്രമായി പിണറായി വിജയൻ എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് ഉണ്ടാവും എന്ന് പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു ആദ്യ ഘട്ടമുണ്ട്. അദ്ദേഹം ഒരു വിമത സ്വരമുയർത്തുന്നു, ചില നിലപാടുകൾ പറയുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തെ കാണണമെന്ന് ആവശ്യപ്പെടുന്നു. ഞാൻ വിചാരിച്ചത് ആ കൂടിക്കാഴ്ചയോടെ PV അൻവർ എന്ന രാഷ്ട്രീയ നേതാവ് മുന്നോട്ട് വെക്കുന്ന പോരാട്ടം അവസാനിച്ചു പോകുന്നതാണ്. പക്ഷേ ഞാൻ പിന്നീട് കാണുന്നത് അവിടുന്നാണത് ശക്തിപ്പെടുന്നത്. ഈ ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ള ഇപ്പോൾ ആശമാർ ഒരു ഭാഗത്ത്, മറുഭാഗത്ത് അദാനി ഞങ്ങളുടെ പാർട്ട്ണറാണ് എന്ന് പറയുന്നൊരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്, ആശമാർ അവഗണിക്കപ്പെടുന്നു. കേരളത്തിൻ്റെ ആ ഒരു ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് വന്ന വലതു വ്യതിയാനത്തെ കേരളത്തിന് വിളിക്കാൻ ഒരു പേരുണ്ടായിരുന്നില്ല. കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പറഞ്ഞാൽ അതിനകത്ത് കുറേ നല്ല മനുഷ്യരും പെട്ടുപോവാണ്. കേരളത്തിൻ്റെ ഇന്നത്തെ പൊളിറ്റിക്സിനെ കോയിൻ ചെയ്യാൻ കൃത്യമായി ഒരു വാക്ക് കണ്ടെത്തിയെന്നതാണ് PV അൻവർ എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ ഏറ്റവും വലിയ സംഭാവനയായിട്ട് കേരളം വിലയിരുത്താൻ പോകുന്നത്. പിണറായിസവും മരുമോനിസവും എന്ന വാക്ക് തന്നെയാണ്. അതാണ് കേരളത്തിൻ്റെ പൊളിറ്റിക്കൽ ഡിസ്കഷൻ്റെ അജണ്ട മാറ്റിയത്. അങ്ങനെ ധീരമായ ഒരു നിലപാടെടുത്ത് അദ്ദേഹം ഇറങ്ങി വരുന്നു. സാഹസികമായ ഒന്നാണ്.
ഇങ്ങനെയൊരു കാലത്ത് ഇത്തരമൊരു നിലപാട് പിടിച്ച് സർവാധികാരങ്ങളുടെയും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വിരൽത്തുമ്പിൽ നിയന്ത്രിക്കുന്ന ഒരു ഏകാധിപതി ഉണ്ടാകുന്ന കാലത്ത് അയാൾക്കെതിരെ നിലപാടെടുക്കുക എന്ന് പറഞ്ഞാൽ ജീവൻ പോലും അപകടപ്പെടാവുന്ന വലിയ ധീര ടി.പി. ചന്ദ്രശേഖരനൊക്കെ അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുള്ളപ്പോൾ സ്വന്തം ജീവൻ പണയം വെച്ച് ധീരമായ ഒരു രാഷ്ട്രീയ നിലപാടെടുത്തതിന് കേരളം ഇന്ന് നേരിടുന്ന എല്ലാ രാഷ്ട്രീയ ഗതികേടുകളെയും ഒരൊറ്റ വാക്കിൽ മനോഹരമായി അടയാളപ്പെടുത്തിയതിന് പോരാളികളുടെ ഈ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെ സമ്മേളനം ഒരു നിറ കയ്യടി ആ രാഷ്ട്രീയ നേതാവിന് കൊടുക്കണം എന്ന് ഞാൻ പറയും. ഇനി ഈ ചോദ്യത്തിൽ ഈ വൃത്തി സൗന്ദര്യം എന്നൊക്കെ പറഞ്ഞാൽ ഇതിനകത്ത് കൃത്യമായും പിന്നെന്താണ് തീരത്തിൻ്റെ കോഴിക്കോട് ബീച്ചിൻ്റെ യഥാർത്ഥ ഉടമകൾ ആരാണെന്നൊരു ചോദ്യം. ഞാനതിന് പെട്ടെന്ന് ഉത്തരം പറയാം. ഇപ്പോൾ വലിയൊരു അപകടത്തിലേക്ക് നമ്മൾ പോകാമാണ്. STU ഏറ്റവും ശക്തമായിട്ടുള്ളത് മത്സ്യത്തൊഴിലാളി മേഖലയിലാണ്. എനിക്ക് നന്നായി അടുത്തറിയാവുന്ന ഒരു തൊഴിലാളി പ്രസ്ഥാനമാണിത്. ഇപ്പം ഇന്നലെ വരുന്നൊരു പ്രഖ്യാപനമുണ്ട്. കേന്ദ്ര ബജറ്റിൽ ധാതു ഇടനാഴി വരുന്നു. ധാതു ഇടനാഴി വരുമ്പോൾ കേരളത്തിൻ്റെ പീരാജീവും കേരളത്തിൻ്റെ വ്യവസായ മന്ത്രി വരുന്നു, അയ്യോടെ പറ്റിച്ചല്ലോ, ഇത് ഞങ്ങൾക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നതാണ്. ഇതിൻ്റെ പ്രശ്നം എന്താണെന്നറിയോ? ഈ ധാതു ഇടനാഴി എന്ന് വെച്ചാൽ ഈ കേരളത്തിൻ്റെ തീരപ്രദേശത്തെ മണലിനടിയിൽ പിന്നെ ഈ മിനറൽസ് ഉണ്ട്, വലിയ സ്വർണ്ണവും വെള്ളി നമുക്ക് മനസ്സിലാവാൻ. ഇത് കോരിയെടുത്തിട്ട് ഇപ്പോൾ കേരളം ഒന്നാകെ രക്ഷപ്പെടുത്തുന്നതാണ് ഈ രണ്ട് കൂട്ടരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവർ തൽക്കാലം പറയുന്ന എതിർപ്പ് നോക്കണത് അൻവർക്കാർക്ക് അറിയാം. ഒരു 6 മാസം മുന്നേ തന്നെ കേരളത്തിലെ തീരദേശ മൈനിങ്ങിന് ഇവിടുത്തെ LDF ഗവൺമെൻറ്റിന് അജണ്ട ഉണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മൈനിങ് നടക്കുന്ന സംസ്ഥാനങ്ങളാണ് പിന്നെ ജാർഖണ്ഡും ഛത്തീസ്ഗഡും. തലിയ ഒന്ന് പോയി നോക്കിക്കോ. ആ മണ്ണ് എന്ന് വെച്ചാൽ കോടിക്കണക്കിന് രൂപയുടെ മിനറൽസ് കുടിച്ചെടുക്കുന്ന ആ മണ്ണിന് മുകളിലൂടെ നടന്നു നീങ്ങുന്ന അവിടുത്തെ ആദിവാസികൾ ധരിക്കാൻ കുപ്പായില്ല, കഴിക്കാൻ വസ്ത്രമില്ല, ഒരു സ്കൂളില്ല, ഒരു ടോയ്ലറ്റ് ഇല്ല, പട്ടിണി പേക്കോലങ്ങളാണ് അവിടെ. എന്നിട്ട് ഈ ആദിവാസികൾ ആട്ടിപ്പായിക്കാണ്. ഇന്ത്യയിൽ മിനറൽ മൈനിങ്ങിന് വേണ്ടി മാത്രം കുടിയൊഴിപ്പിക്കപ്പെട്ട മനുഷ്യരുടെ എണ്ണം എന്ന് പറയുന്നത് 2 ലക്ഷമാണ്. ഒരു ആദിവാസികളാണ്. ഈ രണ്ട് കൂട്ടരും കൂടി തീരപ്രദേശത്തേക്ക് വരാൻ പോവുക. വളരെ വളരെ നാരോ ആയിട്ടുള്ളൊരു തീരദേശമാണ് കേരളത്തിൽ. കൂട്ട കുടിയൊഴിപ്പിക്കൽ കേരളത്തിൽ നടക്കാൻ പോവുകയാണ്, തൂക്കി വിൽക്കാൻ പോവുകയാണ് ഈ രണ്ടും. ഇതാണ് ഇവരുടെ വൃത്തി സൗന്ദര്യം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പുറമോടി കാണിക്കും. ഇവിടെ റോബത്തുള്ളൊക്കെ പറഞ്ഞല്ലോ, കൈത്തറി മേഖല നമ്മുടെ പരമ്പരാഗത വ്യവസായം, PR-ൻ്റെ അങ്ങേയറ്റം. ഇപ്പോൾ അനന്യ ഷാൻബാഗ് അവർ സിനിമാ നർത്തകിയാണ്, ഭരതനാട്യം ഡാൻസറാണ്. കഴിഞ്ഞ ഓസ്കാർ അവാർഡ് അവർക്ക് കിട്ടി. അവരപ്പോൾ ഈ ഓസ്കാർ അവാർഡ് വാങ്ങാൻ അവർ വന്നപ്പോൾ അവർ ധരിച്ചത് കേരളത്തിലെ ഖാദി വസ്ത്രമായിരുന്നു. ഈ വ്യവസായ മന്ത്രി FB-യിൽ പോസ്റ്റ് ചെയ്യാണ്, കേരളത്തിൻ്റെ ഖാദി ഇതാ ഓസ്കാർ വേദിയിലും. ഇത് തുന്നി ഉണ്ടാക്കുന്ന കേരളത്തിലെ ഈ കൈത്തറി മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളിയുടെ അവസ്ഥ വെച്ചാൽ ഇവർ മിണ്ടില്ല. ഇതാണ് വൃത്തിയും സൗന്ദര്യവും. ഇവരൊരു ഭാഗത്ത് ഈ PR-ലൂടെ ഇതിനിങ്ങനെ മോഡിഫൈ ചെയ്യാൻ ശ്രമിക്കുകയാണ്. പക്ഷേ ആ PR-ൽ മുങ്ങിപ്പോകുന്ന കേരളത്തിലെ ഇവിടുത്തെ കശുവണ്ടി തൊഴിലാളികളുടെ, കൈത്തറി തൊഴിലാളികളുടെ, നിർമ്മാണ തൊഴിലാളികളുടെ, ആശമാരുടെ, അംഗൻവാടിക്കാരുടെ ഒക്കെ വലിയൊരു കണ്ണുനീര് ഈ കേരളത്തിൽ ആരും അത് ഇവിടെ ഉണ്ട് എന്ന് ധീരമായി വിളിച്ചു പറയാൻ ആളുകൾ രംഗത്ത് വരുന്നു എന്നുള്ളിടത്താണ് നമ്മൾ ഇനിയും PV അൻവറിനെ പോലെയുള്ള ഇത്തരം നിലവ് എന്ന് വെച്ചാൽ PV അൻവർ അയാൾക്കൊരു താക്കത്തുള്ളത് കൊണ്ട് അയാൾ എന്ത് ചെയ്തു, അത് വിളിച്ചു പറഞ്ഞ് ഞാനിതിനെതിരെ പോരും, ഒന്നുകിൽ ഞാൻ മരിച്ചു വീഴും അല്ലെങ്കിൽ പിണറായി സംഘം എന്ന് പറയാനുള്ള ധൈര്യം PV അൻവർ ഉണ്ടാവുന്നത് അയാളുടെ ഉള്ളൊരു ഫൈറ്ററല്ല. പക്ഷേ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പോടെ എനിക്ക് ബോധ്യപ്പെട്ടൊരു കാര്യമുണ്ട്, ഒരുപാട് PV അൻവർമാർ നിശബ്ദമായ വേദന സഹിച്ച് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അവരുടെ കൂട്ടത്തിൽ പാർട്ടി മെമ്പർമാർ പോലും ഉള്ളതുകൊണ്ടാണ് പ്രതീക്ഷിക്കാത്തൊരു വിജയം കേരളത്തിലെ UDF-ന് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് എന്ന് വിശ്വസിക്കുന്ന, അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യും എന്ന് വിശ്വസിക്കപ്പെടുന്ന, എന്ന് വെച്ചാൽ ഇവർ കോട്ട കെട്ടിക്കാക്കുന്ന പിണറായി സത്യൻ്റെ കേരളത്തിലെ 2 ആസ്ഥാനങ്ങൾ എന്ന് വിളിക്കാവുന്ന ധർമ്മടവും ബേപ്പൂരും പോലും ഇളകി വീണാൽ അത്ഭുതപ്പെടുന്നതില്ല എന്നുള്ളിടത്തേക്ക് കേരളത്തിൻ്റെ ജനവികാരം പോകുന്നുണ്ട് എന്ന് ബേപ്പൂര് ഇളകി തുടങ്ങി എന്നുള്ള റിപ്പോർട്ട് ഇവിടെ ഉണ്ട്. തീർച്ചയായിട്ടും നമ്മളൊക്കെ കാത്തിരിക്കുന്നത് അത്തരത്തിലുള്ള ഒരു മുഹൂർത്തത്തിന് തന്നെയാണ്. കേരളത്തിൽ ഈ പറയുന്ന ബേപ്പൂരിൽ നിന്ന് നമ്മൾ ധർമ്മടത്ത് നിന്ന് ഒക്കെ ഒരു പ്രകമ്പനം യഥാർത്ഥത്തിൽ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി തുടങ്ങി എന്നുള്ളത് നമ്മൾ ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ വിറ്റ്നസ് ചെയ്യണം. എന്തായാലും ശബരിയേട്ട, ഇപ്പം നമ്മൾ തൊഴിലവകാശ നിഷേധത്തിനെ കുറിച്ച് കൂടിയാണ് സംസാരിക്കുന്നത്. സർക്കാരിൻ്റെ നിലവിലുള്ള ഉദ്യോഗസ്ഥന്മാർ പരിശോധിച്ച് നോക്കിയാൽ അതിൽ കോളേജ് അധ്യാപകന്മാരാണെങ്കിൽ അല്ലെങ്കിൽ അത്തരത്തിൽ ജോലി ചെയ്യുന്ന ഓരോ ഇടങ്ങൾ പരിശോധിച്ച് നോക്കിയാലും അവിടെയൊക്കെ വേക്കൻസികളുണ്ട്. കേരളത്തിൽ കഴിവുള്ള, ക്വാളിറ്റിയുള്ള അല്ലെങ്കിൽ അനുഭവസമ്പത്തുള്ള ആളുകളുണ്ട്. ഇവരെയൊക്കെ ഈ കസേരകളിലേക്ക് ഇരുത്താൻ ഈ സർക്കാരിന് സാധിച്ചിട്ടില്ല. ഇവരൊക്കെ പുറത്ത് നിൽക്കുകയാണ്. തൊഴിൽ അവകാശമുള്ള മനുഷ്യർ പുറത്ത് നിൽക്കുകയാണ്. എന്നാൽ ഈ വേക്കൻസികൾ ഇപ്പോൾ ഇതേപോലെ തുടരുകയും ചെയ്യുന്നുണ്ട്. പല വലിയ അനാസ്ഥയും
ഇപ്പം നമുക്ക് നിലമ്പൂരൊക്കെ ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ വലിയ ഇടപെടലൊക്കെ നേരത്തെ സമരത്തിലൂടെയൊക്കെ പുറം ലോകം കണ്ടതാണ്. അപ്പം എന്താണ് ഇതൊന്നും ഒരു ഇക്വിലിബ്രിയത്തിൽ കൊണ്ടുപോകാൻ പറ്റാത്തൊരു സർക്കാർ എന്തായിരിക്കും യഥാർത്ഥത്തിൽ ഈ ഭരണ കാലയളവിൽ ആഗ്രഹിച്ചിട്ടുണ്ടാവുക? അവർക്കൊരു ലക്ഷ്യമുണ്ടല്ലോ, ആ ലക്ഷ്യം എന്തായിരിക്കും? അല്ല, ആദ്യമേ തന്നെ ഈ ചർച്ചയിൽ ശ്രീ PV എന്നവരുണ്ട് വലിയ സന്തോഷം വന്ന ഒരാളാണ്. കാരണം നമ്മുടെ പഴയ ഒരാളാണ്, എൻ്റെ അച്ഛൻ്റെ പഴയ ഒരാളാണ്. കോൺഗ്രസ് ഗ്രൂപ്പ് രാഷ്ട്രീയം പറഞ്ഞാൽ പഴയ ഐ ഗ്രൂപ്പും 3-ാം ഗ്രൂപ്പുകാരനാണ്. അപ്പം അൻവർക്ക പുള്ളിക്കൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ ചില ആൾക്കാരുണ്ട്, നമ്മളത് ഏത് പാർട്ടിയിലായാലും എവിടെയായാലും നമുക്ക് ഇഷ്ടമുള്ള സമയമാണെങ്കിലും ഇഷ്ടമില്ലാത്ത സമയമാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കും അവരെ. ശ്രീ PV അൻവർ അപ്പുറം മറുകണ്ഠം ചാടി അദ്ദേഹം പ്രസംഗിക്കും, സഭയിലാണെങ്കിലും അല്ലെങ്കിൽ ആ സമയത്ത് ഇടതുപക്ഷത്ത് നിൽക്കുമ്പോഴും നമ്മൾ എത്ര ഇഷ്ടമല്ലെങ്കിൽ ആ സമയത്തും അദ്ദേഹം പറയുന്നതിന് എന്തോ ഒരു പോയിന്റ് ഉണ്ടെന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്ന പോയിന്റുകളാണ് സത്യം പറഞ്ഞാൽ ഇടതുപക്ഷത്തിൻ്റെ ഈ താഴോട്ടുള്ള പോക്ക്. ഞാനിത് അദ്ദേഹം നമ്മളോട് വരുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞൊരു കാര്യമാണ്. ഈ താഴോട്ട് ഈ ഗ്രാഫ് ഇടിഞ്ഞു തുടങ്ങിയത് ശ്രീ PV അൻവർ സംസാരിച്ചു തുടങ്ങിയപ്പോഴാണ്. നമ്മളെല്ലാവരും സംസാരിച്ചതിനേക്കാൾ കൂടുതൽ എന്താ പറയുക, ശക്തിയോട് അദ്ദേഹം ഉദാഹരണങ്ങൾ സഹിതം പറഞ്ഞപ്പോഴാണ് ജനങ്ങൾക്ക് ഇത്രയും മാത്രം, പ്രത്യേകിച്ച് ഇവരും BJPയും തമ്മിലുള്ള കൂട്ടുകെട്ടും, വെളിയിൽ ഇവർ വലിയ എന്താ പറയുക തമ്മിൽ മിണ്ടാതെ നടക്കുമ്പോൾ അവർ അകത്ത് എന്തുമാത്രം കൂട്ടുകെട്ടുണ്ടായിരുന്നുള്ള കാര്യങ്ങൾ അത് പൊളിച്ചതും ആ ഒരു നറേറ്റീവ് ഉണ്ടാക്കിയതും അദ്ദേഹം തന്നെയാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ ഇനിയും നാടിനുമൊക്കെ ആവശ്യമുണ്ട്. ഇവിടെ ഫാത്തിമ പറഞ്ഞതും ഷിബു അതിനൊരു കണ്ടിന്യൂഷൻ ഞാൻ പറയും. ഇവരുടെ ഈ PR വർക്ക് അതെനിക്കത് പറയണമെന്നുണ്ട്. ശ്രീ P. രാജീവ് ഒരു ഉദാഹരണം പറഞ്ഞു. അദ്ദേഹം തൊഴിലാളികളെക്കുറിച്ചല്ല കമ്പനികളെക്കുറിച്ച് പറയുന്നതും ഒരു വലിയ PR വർക്കാണ്. ശുദ്ധ മലയാള ഭാഷ പറഞ്ഞാൽ തള്ളാണ്. ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു വൈറൽ വീഡിയോ കണ്ടു. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മെഡിക്കൽ എക്യുപ്മെൻ്റ് ഉണ്ടാക്കുന്ന GE കമ്പനിയും നാളെ ഭാവിയിലെ AI ഉണ്ടാക്കുന്ന കമ്പനികളിലൊക്കെ കേരളത്തിലെ ഒരു കമ്പനിയാണ് സഹായിക്കുന്നത്. ഞാൻ ഈ കോർപ്പറേറ്റ് വർക്ക് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഒരു ഒരു എയർക്രാഫ്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സ്കാനിങ് മെഷീൻ, ഇയാൾ പറഞ്ഞ MRI സ്കാൻ മെഷീൻ ഉണ്ടാക്കുകയാണെങ്കിൽ അതിനകത്തൊരു 1,500 കോമ്പണൻസ് കാണും. അതിൻ്റെ സ്ക്രൂ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയായിരിക്കും. ആ സ്ക്രൂ ഉണ്ടാക്കുന്ന കമ്പനിയുടെ ഒരു പാർട്ടിൻ്റെ മെറ്റൽ നൽകുന്നത് ചിലപ്പോൾ കേരളത്തിലെ ഒരു കമ്പനി എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പോൾ അദ്ദേഹം ഉദാഹരണം നടത്തിയ നമ്മുടെ ജഹാംഗീറിൻ്റെ നെസ്റ്റ് എന്ന് പറഞ്ഞ കമ്പനി, ആ നെസ്റ്റ് എന്ന് പറഞ്ഞ കമ്പനി ഞാൻ മനസ്സിലാക്കുന്നത് MRI സ്കാൻ മെഷീൻ അടക്കമൊക്കെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ഞാൻ ചോദിക്കട്ടെ, പിണറായി വിജയനും P. രാജീവും കാരണമാണ് നെസ്റ്റിന് ചെയ്യാൻ പറ്റിയത്. അതൊരു ഗവൺമെൻറ് കമ്പനിയാണെങ്കിൽ അദ്ദേഹം പറയുന്നതിന് 10% വാല്യൂ ഉണ്ടായിരുന്നു. ഇവർ പറയുന്ന ഉദാഹരണങ്ങൾ, കോളേജിലുള്ള കുട്ടികൾ എന്താ പറയുക പണ്ട് നമ്മളിവിടെ സ്യൂവേജിൽ വീണ് മരണപ്പെട്ടല്ലോ, അതൊക്കെ മാറിയത് ഇവിടെ തന്നെ തളിതര നിൽക്കുകയാണ് ഞാൻ, നൗഷാദിൻ്റെ വിഷയം പറഞ്ഞല്ലോ, അതൊക്കെ മാറ്റിയെടുത്തതിൻ്റെ കമ്പനി ഉണ്ടാക്കിയത് അതൊരു പ്രൈവറ്റ് കമ്പനിയാണ്. എഞ്ചിനീയറിംഗ് കോളേജ് പഠിച്ച പിള്ളേരാണ്. സർക്കാർ അതിനകത്ത് അവർ ചെറിയൊരു സ്പേസ് കൊടുത്തു എന്നല്ലാതെ ഇതൊക്കെ സർക്കാരിന് ഇതിനെ ആട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവർ ഈ പറയുന്ന ഡെവലപ്മെൻറ്റിൻ്റെ കാര്യങ്ങളിൽ ഒരു 70% അവർ ചെയ്യാത്ത കാര്യങ്ങളും ആ നടന്ന കാര്യങ്ങൾ പോലും അവർക്കൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളുമാണ്. പിന്നീട് പറയുന്ന പരമ്പരാഗത വ്യവസായങ്ങൾ സത്യമാണ്. ഞാനിപ്പോൾ തെക്കുന്നാണ് വരുന്നത്. അവിടത്തേക്ക് ഏറ്റവും വലിയ, ഇപ്പോൾ എൻ്റെ മണ്ഡലം അടക്കം നമ്മൾ കൊല്ലത്തോട്ടുമൊക്കെ പോയി ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന കശുവണ്ടി മേഖലയാണ്. ഇപ്പം എൻ്റെ ധാരാളം ഫ്രണ്ട്സ് എൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ചവർക്ക് മേഖലയിലുള്ളവരാണ്. ഇന്ന് ഏറ്റവും നന്നായിട്ട് കശുവണ്ടി മേഖലയിൽ പ്രോഡക്ട്സ് വരുന്നതും ബിസിനസ് നടക്കുന്നതും വിയറ്റ്നാമിലാണ്. എൻ്റെ ഫ്രണ്ട്സൊക്കെ അവിടെ നിന്നാണ് സാധനം എടുക്കുന്നത്, അവിടെയാണ് ചെയ്യുന്നത്. എന്തിന് ഇന്ത്യയിൽ പണ്ട് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ കേരളത്തിലുള്ള കശുവണ്ടി വ്യവസായികൾക്ക് അതൊരു കൈകൊണ്ടുള്ള വ്യവസായമായിരുന്നു. നമ്മളതിന് ചില്ല് പൊട്ടിക്കുക, അതിനെ ചൂടാക്കുക എന്നൊക്കെയുള്ളത് ഒരു പ്രത്യേക കഴിവ്. അന്ന് കേരളത്തിലുള്ള മലയാളികൾക്ക് ഒരു പ്രത്യേക കഴിവുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ സമയത്തൊക്കെ ഈ കശുവണ്ടി വ്യവസായം ഏറ്റവും കൂടുതൽ കേരളം വഴി വന്നത്. ഇന്ന് ഏറ്റവും മികച്ച രീതിയിൽ കശുവണ്ടി വ്യവസായം കൊണ്ടുപോകുന്ന സംസ്ഥാനം എന്നറിയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഒറീസയും തെലങ്കാനയും അവിടെയൊക്കെയാണ്. ഇവരെപ്പോഴും കശുവണ്ടിയെക്കുറിച്ച് സംസാരിക്കുന്നു, കൈത്തറിയെക്കുറിച്ച് സംസാരിക്കുന്നു, കയറിനെക്കുറിച്ച് സംസാരിക്കുന്നു. പക്ഷേ നേരത്തെ ശ്രീ റഹ്മത്തുള്ള പറഞ്ഞവർ അതിനെ മോഡേണൈസ് ചെയ്യാനും അതിലെ ജീവനക്കാർക്ക് അല്ല ആ തൊഴിലുള്ള ആളുകൾക്ക് അവർക്ക് കൂടുതൽ സംവിധാനങ്ങൾ കൊണ്ടുവരാനുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഇന്ന് കശുവണ്ടി ഫാക്ടറികൾ, കാപ്പെക്സ് അടക്കമുള്ള എല്ലാ ഫാക്ടറികളും അടച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഒരു നവീകരണം. ആ നവീകരണത്തിലുള്ള തൊഴിലാളികൾ കൂടുതൽ ജോലി കൊടുക്കുക എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് നമ്മുടെ ഒരു സർക്കാർ വരുമ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞു തരാൻ എൻ്റെ പോയിൻ്റ്. ഞാൻ അടുത്ത നമ്മളോട് പറയുന്ന കാര്യമാണ്, നിങ്ങളൊക്കെ മാതാപിതാക്കളാണ്. ഈ 5 ലക്ഷം
സർക്കാർ ജോലി കൊണ്ട് നമ്മളെല്ലാവരും മാത്രം രക്ഷപ്പെടുമെന്നുള്ള ഒരു മിഥ്യാധാരണ നമ്മുടെ മനസ്സിൽ നിന്ന് മാറണം. 5 ലക്ഷം സർക്കാർ ജോലി കൊണ്ടല്ല മറ്റ് സംസ്ഥാനങ്ങൾ മുന്നോട്ട് പോകുന്നത്. നമുക്ക് കൂടുതൽ ഇൻഡസ്ട്രികൾ വേണം, കൂടുതൽ തൊഴിൽ സംവിധാനങ്ങൾ വേണം, കൂടുതൽ സ്ഥാപനങ്ങൾ വേണം. അതിനോടൊപ്പം കൃത്യമായിട്ടുള്ള തൊഴിൽ സെക്യൂരിറ്റിയും തൊഴിൽ നിയമങ്ങളും ഉണ്ടാകണം. അത്തരത്തിലുള്ള ഒരു ഇൻഡസ്ട്രിയൽ ക്ലൈമറ്റിലേക്ക് നമ്മൾ വന്നാൽ മാത്രമേ നമുക്കിനി മുന്നോട്ട് പോകാൻ കഴിയൂ. പക്ഷെ അതിൻ്റെ പേരിൽ നേരത്തെ പറഞ്ഞതുപോലെ ഈ പറഞ്ഞ ഈ ധാതുമണൽ അടക്കമുള്ള കാര്യങ്ങൾ, ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്താം. ശ്രീ അൻവർ അദ്ദേഹത്തിന് മേഖലയുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധമുള്ള സ്ഥലമാണ് ഇപ്പോൾ തീരദേശ ഹൈവേ. ഒരു കേരളത്തിൽ ഇപ്പോൾ ഒരു NH വർക്ക് നന്നായിട്ട് നടന്നു, പലയിടത്തും തീരദേശത്ത് കൂടാണ് പോകുന്നത്. എന്നോട് സത്യത്തിൽ ഈ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഈ ചെറിയ കേരളത്തിൽ ഇടനാടും കടലും ഇത്രയുള്ള ഏറ്റവും നാരോ ഒരു തീരദേശ ഹൈവേ സ്പെഷ്യലായിട്ട് നമ്മൾ ഏറ്റവും വികസിത രാജ്യങ്ങളിൽ പോയാൽ പോലും തീരദേശ ഹൈവേ 2 വരി പാതയാണ്. നമ്മൾ ഇറ്റലിയിൽ പോകും, കടലിനോട് ചേർന്നുള്ള റോഡൊക്കെ 2 വരി പാത. ഇവിടെ ഈ തീരദേശ ഹൈവേ 4 വരി പാതയാണെന്ന് എന്താ നിർബന്ധം? ഒന്നും വേണ്ട. നിങ്ങളിപ്പോൾ തീരദേശ മേഖല, ഇപ്പം പരപ്പനങ്ങാടി ആവട്ടെ, താനൂരാവട്ടെ, നിങ്ങൾക്ക് താനൂരിൽ നിന്ന് പുതിയ ഹൈവേക്കാർ എത്ര നേരം എടുക്കും? അപ്പോൾ ഈ എല്ലായിടത്തും 4 വരിപ്പാത 6 വരിപ്പാത പോലുള്ള ഒരു ഓപ്ഷൻ തീരദേശ ഹൈവേയും, ഇപ്പോൾ മലയോര ഹൈവേ ഉണ്ട്, NH ഉണ്ട്, MC റോഡുണ്ട്. MC റോഡ് വലുതാക്കാൻ പോവുകയാണ്. നമുക്ക് മലയോര മേഖല മുഴുവനുണ്ട്. ഇപ്പോൾ ഇത്രയധികം തീരദേശത്ത് 2 വരിപ്പാത കൊടുത്താലേ കുഴപ്പമില്ല. ഈ 4 വരിപ്പാത എന്ന് പറഞ്ഞൊരു പോളിസി കൊണ്ടുവന്ന് തീരദേശ ഹൈവേയുടെ പദ്ധതിയായി വരുമ്പോൾ അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. ബീച്ച് ഡെവലപ്മെൻറ്റ് ഞാൻ അനുകൂലിക്കുന്ന കാര്യമാണ്. പക്ഷേ ഇവിടെ ഏറ്റവും കൂടുതൽ അത് ഉള്ള ആളുകൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നതിൽ ഒരു കാര്യവുമില്ല. ഇത്തരത്തിൽ നയപരമായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യണം. ആരായിട്ടാണ് ചർച്ച ചെയ്യുന്നത്? ആരുമായിട്ട് ചർച്ച ചെയ്യുന്നില്ല. ഇപ്പം തന്നെ ഞാൻ മനസ്സിലാക്കി ബീച്ച് ഡെവലപ്മെൻറ്റ് നടത്തുന്നത് ബീച്ചിനെ സംരക്ഷിക്കാനല്ല, ഇവർക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ കൊണ്ട്, സോളസുകാരെ കൊണ്ട് ബോർഡ് വെപ്പിക്കാനാണ് എൻ്റെ വിശ്വാസം. ബാക്കി ആരെങ്കിലും ഞാൻ കോഴിക്കോട് വന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇവർക്കൊക്കെ അറിയാം. ഒരു സന്തുലിതമായിട്ടുള്ള എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസനമായി നമ്മൾ മുന്നോട്ട് പോകണമെന്ന് മാത്രമാണ് ഇവിടെ. അതിൽ തൊഴിലാളികൾക്കാണ് ഏറ്റവും നല്ലൊരു വാക്കഥ ഉപയോഗിച്ചു. ഈ വലിയ മന്ത്രിമാർ, വലിയ ബിസിനസ്സുകാരുടെ ഈ പറഞ്ഞ പെർഫ്യൂമിൻ്റെ, എത്തറിൻ്റെ, ഊതിൻ്റെയൊക്കെ സ്മെല്ല് മാത്രമാണ് അവർക്ക് ഇഷ്ടം. അതല്ല, തൊഴിലാളിയുടെ വിയർപ്പിലാണ് ഈ നാട് വളർന്നിട്ടുള്ളത്. തൊഴിലാളിയുടെ വിയർപ്പിലാണ് ഈ നാടിന് സ്വാതന്ത്ര്യം ഉണ്ടായിട്ടുണ്ട്. അത് നമുക്കവരെ പുതിയ കാലത്തിലേക്ക് അവരുടെ വിയർപ്പ് കുറച്ച് സ്ഥിരമായിട്ടുള്ള അവർക്ക് മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതായിരിക്കണം മുന്നോട്ട് പോകുന്ന ഒരു സർക്കാരിൻ്റെ ഏറ്റവും പരമപ്രധാനമായിട്ട് ലക്ഷ്യമെന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമ്മൾ ഏകദേശം അവസാനിപ്പിക്കാനുള്ള സമയമായി. പക്ഷേ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട്, സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ ബഹുമാന്യനായിട്ടുള്ള അൻവർ സാഹിബ്, അദ്ദേഹത്തിൻ്റെ ഒരു ഫൈനൽ നോട്ടും കൂടെ എനിക്ക് കൺക്ലൂഷനായിട്ട് വേണമെന്ന് തോന്നുകയാണ്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ എന്തായാലും അദ്ദേഹം ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഈ ഭരണത്തിലിരിക്കുന്ന സർക്കാർ പറയേണ്ടി വരും എന്നുള്ളതും നമുക്ക് ഉറപ്പാണ്. ഓർമ്മകൾ ഉണ്ടായിരിക്കണം എന്നുള്ളതൊരു ചൊല്ലാണല്ലോ. ഓർമ്മകളൊക്കെ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത്. പ്രത്യേകിച്ച് ഭരണത്തിലിരിക്കുന്ന ആളുകൾ ഓർമ്മിപ്പിക്കരുതേ എന്നാണ് പൊതുവേ പറയാറുള്ളത്. എന്താണ് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പായിട്ട് സർക്കാരിനെ ഓർമ്മിപ്പിക്കാനുള്ളത്? സർക്കാരിനെ ഓർമ്മിപ്പിക്കുന്നതിന് മുമ്പ് ജനങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത് അനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിക്കണം എന്നുള്ളതാണ്. നിരവധിയായ അനുഭവങ്ങൾ, തീപ്പാറുന്ന അനുഭവങ്ങൾ ജനങ്ങൾ അനുഭവിച്ച ഒരു കാലഘട്ടമാണ് ഈ കടന്നുപോയത്. സ്വാഭാവികമായിട്ടും നമ്മൾ കടന്നു വരുന്ന വഴികൾ നമ്മളത് മറന്നാൽ ഒരു ഘട്ടം കഴിയുമ്പോൾ തിരിച്ചടിക്കും. ഒരു തർക്കം അതിൽ കരുതണ്ട. അതാണ് ജനാധിപത്യം, പ്രത്യേകിച്ചും കേരളത്തിൽ. ഇന്ന് രാവിലെ പത്രക്കാരൻ എന്നോട് ചോദിച്ചൊരു ചോദ്യം, 28,000 വോട്ടിന് ജയിച്ച സ്ഥലമല്ലേ, അപ്പോൾ ഇവിടെ എങ്ങനെയാണ് അട്ടിമറിക്കുക ചോദ്യമാണ്. ഞാൻ പറഞ്ഞു 2,80,000 ജയിച്ച സ്ഥലങ്ങളിലും ജനം നേരെ തിരിച്ചടിച്ചിട്ടില്ലേ? അപ്പോൾ ജനങ്ങളെ മറന്നുകൊണ്ട് പോയൊരു ഗവൺമെൻറ്റാണ്. അതാർക്കും സംഭവിക്കും. നമ്മളെന്താ അറിയുക, ചില സംഗതികൾ നമ്മളെ തലക്ക് പിടിച്ചാൽ, പിണറായിയെ സംബന്ധിച്ച് ഞാൻ ആദ്യം നടത്തുന്ന പോരാട്ടം, പോലീസിനെതിരെ നടത്തിയ പോരാട്ടം, ഞാൻ സത്യത്തിൽ പോലീസിനെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു.
അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ നിയന്ത്രണത്തിലല്ല, പി ശശി ഇതിൽ ഭയങ്കര കളി കളിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ ഈ കാര്യങ്ങൾ പെടുന്നില്ല എന്നൊരു ധാരണ ഒരു ഘട്ടത്തിൽ എനിക്ക് തോന്നി, പല കാര്യത്തിലും നമ്മൾ ഇടപെട്ട് നോക്കുമ്പോൾ. അപ്പം ഞാൻ ഈ പറഞ്ഞ തൃശ്ശൂർ പൂരം കലക്കലടക്കം കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെ മാറ്റിമറിഞ്ഞ് ഇവിടെ ഈ ഫാസിസ്റ്റ് സംവിധാനത്തിന് കടന്നു വരാൻ വഴിയൊരുക്കുന്ന ഇതിന് നേതൃത്വം നൽകുന്ന ഒരു വ്യക്തി എന്ന നിലക്കാണ് അജിത് കുമാറിനെതിരെ ഞാൻ പോരാട്ടം തുടങ്ങുക. ഞാൻ എന്താ പറഞ്ഞത്? നൊട്ടോറിയസ് ക്രിമിനൽ എന്നാണ്. ഞാൻ അന്നും ഇന്നും പറയുന്ന കാര്യം നൊട്ടോറിയസ് ക്രിമിനലാണ്. അപ്പം അവരെ ഒന്ന് റെക്ടിഫൈ ചെയ്യണം, ജനങ്ങളത് ബോധ്യപ്പെടുത്തണം, പാർട്ടിയെ ബോധ്യപ്പെടുത്തണം എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള എന്താ പറയുക വർഗീയ പ്രചരണങ്ങൾ നടത്തി ഇവിടുത്തെ കമ്മ്യൂണിറ്റിയെ തിരിക്കാൻ ശ്രമിച്ച ചില ആളുകളുണ്ട്. അവർക്കെതിരെയുള്ള പോരാട്ടം, അവരെ സഹായിക്കുന്ന പോലീസിൻ്റെ നിലപാട്, ഇതൊക്കെയായിരുന്നു. പക്ഷേ പോരാട്ടം വന്ന് കയറി പോയി കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ പിന്നെ എനിക്ക് മനസ്സിലാകുകയാണ് കള്ളൻ കപ്പലിൽ തന്നെയാണെന്ന്. അതുവരെ എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, മുഖ്യമന്ത്രിയെ എങ്ങനെ പിടിച്ചായിരുന്നു ഞാൻ സംസാരിച്ചിരുന്നത്. പത്രക്കാരിങ്ങനെ ആവർത്തിച്ച് പത്രക്കാർ ചോദിക്കുമ്പോൾ ഞാൻ എന്താ പറഞ്ഞത്? 29 വകുപ്പ് വധിക്കുന്ന ഉത്തരവാദിത്തമുള്ള മുഖ്യമന്ത്രിയാണ്. അതിലൊരു വകുപ്പാണ് ആഭ്യന്തരം. അത് കൈകാര്യം ചെയ്യാനാണ് ശശിയെ ഇരുത്തിയിരിക്കുന്നത്. ശശിയാണിത് കൈകാര്യം ചെയ്യേണ്ടത്. മുഖ്യമന്ത്രിക്ക് അതിൽ ഇടപെടുന്നതിന് പരിധിയുണ്ട്. ഇങ്ങനെ ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്ത് പോകുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. പക്ഷേ അപ്പോഴൊക്കെ ഞാൻ ആത്മാർത്ഥമായി വിശ്വസിച്ചിരുന്നു. അതാണ് കേട്ടോ, ആത്മാർത്ഥമായി ഞാൻ വിശ്വസിച്ചിരുന്നതാണ്. പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞിട്ട് എനിക്കെന്താ പറയുക, എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതുപോലെ ഈ ചങ്ങാത്തം, ഈ അഡ്ജസ്റ്റ്മെൻ്റ് എനിക്ക് ബോധ്യപ്പെടുകയാണ്. പിന്നെ എൻ്റെ മനസ്സ് എന്നോട് പറയാം, കേരളത്തിൽ ഒരു MLA പോലും ഇല്ലാത്ത BJPക്ക് ഒരു മുഖ്യമന്ത്രിയുള്ള സംസ്ഥാനം കേരളമാണ് എന്ന് എൻ്റെ മനസ്സ് എന്നോട് പറയാണ്. പിന്നെ ഞാനെന്ത് ചെയ്യാം? പിന്നെ നമുക്ക് ജനങ്ങളോട് പറയുക, ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാവും. ഞാൻ രാജിവെക്കുമ്പോൾ എൻ്റെ പേരിൽ ഒറ്റ കേസില്ല കേരളത്തിൽ. ഇന്ന് 13 ക്രിമിനൽ കേസുണ്ട്, 17 സിവിൽ കേസുണ്ട്, മാനനഷ്ട കേസ് ഇവരൊക്കെ കൊടുത്ത്. ശശി കൊടുത്തതന്നെ 4 നിങ്ങളൊക്കെ വക്കീൽമാർക്ക് ഫീസാണ് കൊടുക്കുക, ഞാൻ ഇപ്പോൾ ശമ്പളം കൊടുക്കുക. മനസ്സിലായില്ല? എല്ലാം മുതലാവില്ല. അത് കഴിഞ്ഞ് 2015 ഞാൻ MLA ആണതിന് മുമ്പ് ഒരു ലോൺ എടുത്താണ്. 9 കോടി ചില്ലാതെ KFCന്ന് 2 ലോണ്, 5,79,00,000 അടച്ചാണ്. ഈ 2-3 കൊല്ലമായിട്ട് ഇതൊക്കെ പാടെ കുട്ടിച്ചോറായി ഒരു നിവൃത്തിയില്ലാതെയായിട്ട് അടവ് തെറ്റി. അതിനാ കേസ്. ഒന്ന് മനസ്സിലാക്കണം. എന്തിനാണ് ആ കേസ് അറിയാം നമുക്ക്? ഒരിക്കലും നിൽക്കണ കേസല്ല. അപ്പോൾ നിങ്ങൾക്ക് കേൾക്കാം, കുറച്ച് ദിവസം കഴിഞ്ഞ് ഹൈക്കോടതിയിൽ നിന്ന് ആ കേസ് എടുത്തത് എന്താണ്? EDക്ക് ഡയറക്റ്റ് കേസ് എടുക്കാൻ കഴിയില്ല. EDക്ക് ഒരു കേസ് എടുക്കണമെങ്കിൽ ഒരു ഫൈനാൻഷ്യൽ ക്രിമിനൽ ഒഫൻസ് വേണം. അതിനൊരു ഒഫൻസ് ഉണ്ടാക്കി കൊടുത്തൊരു FIR ഇട്ടു. പിന്നെയാണ് ഓല് വരുന്നത്. ഓലിപ്പോഴും എന്നെ വിട്ടിട്ടില്ല. ഞങ്ങനെ ഈ ഭീമ്പൊക്കെ പറയുന്നുണ്ടെങ്കിലും ബേപ്പൂര് ഞാൻ മത്സരിക്കാൻ അവിടെ ഭൂമി കൂടെ നടക്കാൻ കഴിയും എന്ന് ഞാൻ 100% പ്രതീക്ഷിക്കുന്നില്ല. ഏത് സെക്കൻഡിലും എന്നെ പിടിച്ചുള്ളിലാക്കും. അതിനുള്ള അവസാനത്തെ പരിശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മത്സരിക്കാതെ ഇരിക്കാൻ എന്ത് വഴി എന്നവർ തേടിക്കൊണ്ടിരിക്കുന്നു. ഞാനത് കാണുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിലുള്ള സമ്മർദ്ദങ്ങൾ എല്ലാ വഴിക്കും ഇന്നൊന്നാലും തുടങ്ങിയല്ല. ഒരു ഭാഗത്ത് ഇതൊക്കെ നടക്കുമ്പോഴും ഒരു ഭാഗത്ത് സെറ്റിൽമെൻറ്റിന് വേണ്ടിയിട്ട് പലരും സമീപിക്കുക. ഇപ്പോൾ ഈ ED വന്ന് ഈ കുട്ടിച്ചോറാക്കിയതിന് ശേഷം പോലും എന്നെ സമീപിച്ചറിയാം നമുക്ക്. ഞാൻ പറഞ്ഞേ, ഒരു ജീവനല്ലേ ഉള്ളൂ, ഒരു ജീവിതമേ ഉള്ളൂ. കുട്ടികളൊക്കെ അത്യാവശ്യം വലുതായിക്കണം, ഇവരൊക്കെ എങ്ങനെയും പോയിക്കോളൂ. അതിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു ഓട്ടോറിക്ഷ കട്ടിയാലും തീരും. എല്ലാവരും കാര്യം അതല്ലേ. നമ്മളിത് ഭയങ്കര ജീവനെ പേടിച്ച് നടക്കുക. എന്ത് പേടി? ആരെ കയ്യിൽ? ഒരാളുടെ ജീവനെക്കുറിച്ച് ഒരാൾക്കും ഒരു ഉറപ്പില്ല. പിന്നെ നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും കാട്ടും കൊല്ലും എന്നാണ് നമ്മൾ നടക്കേണ്ട കാര്യമുണ്ടോ? ഞാൻ അടിയുറച്ച് എന്താണ് ആ വിഷയത്തിൽ അടിയുറച്ച് നിൽക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഇനിയിപ്പോൾ എൻ്റെ വിധി അതാണ്. ഇനി 2 കൊല്ലം 4 കൊല്ലം പോലെ ഉള്ളിൽ കിടക്കേണ്ടി വരും. അപ്പോൾ പിന്നെ ഏത് എന്താ പറയുക, ഹദീസാണ് പഠിക്കേണ്ടത്, എന്താ പഠിക്കേണ്ടത്, ഏത് കിതാബാണ് വായിക്കേണ്ടതെന്ന് വരെ നോക്കി വെച്ചിട്ടാണ് ഞാൻ നടക്കുന്നത്.
മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഒരു ഭാഗത്ത് സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കുകയും മറുഭാഗത്ത് നമ്മളോട് കോംപ്രമൈസിന് വേണ്ടിയിട്ട് പരിശ്രമിക്കാൻ നടക്കുക. ബേപ്പൂരിൽ നിന്നൊന്നും എന്തിനാണ് ഈ ബേപ്പൂരുങ്ങൾ? നല്ല ആവശ്യമുണ്ടോ? ഇത്ര സ്ഥലമുണ്ട്, ഇതെല്ലാം നടക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഉയർത്തിയ പിണറായിസം അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നതാണ്. ഇപ്പോൾ ആളുകൾക്ക് എന്താ ആ പേരാണ് കേട്ടൂടാ, പിണറായിസം. പിണറായി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. മുമ്പൊക്കെ നിങ്ങൾക്കൊക്കെ ചെറിയൊരു ഇഷ്ടമല്ലേ ഇനിയോ പിണറായിനോട്? കാര്യം എന്തൊക്കെയായാലും ആ കൊറോണയും ഈ പ്രതിസന്ധിയും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് സംഗതി എന്തായാലും തിരക്കടില്ല കേട്ടോ. പിന്നെ അങ്ങനെ എല്ലാവർക്കും കിറ്റ് കൊടുത്തിട്ട് പിന്നെ അങ്ങനെ മൂപ്പര് ഇവിടെ കുരങ്ങുകളുണ്ട് ശ്രദ്ധിക്കണം, പട്ടികളുണ്ട് ശ്രദ്ധിക്കണം, കുരുവികളുണ്ട് ശ്രദ്ധിക്കണം, ഭക്ഷണം കൊടുക്കണം, എന്തെല്ലാം നടന്നുപോയി. ആ കുരുവിക്കും പട്ടിക്കും എന്താ പറയുക, തെരുനായ്ക്കൾക്കും ഭക്ഷണം കൊടുക്കുന്ന പറഞ്ഞ പിണറായിയാണ് ഈ നിയമസഭാ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ 9 മാസം സമരം ചെയ്ത സഹോദരിമാർക്ക് ഒരു 50 ഉറുപ്പിക കൂട്ടിക്കൊടുക്കാൻ മനസ്സ് കാണിക്കാത്തവൻ്റെ നാടകമായിരുന്നു അത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ലേ? 21 എന്താ പറയുക PSC മെമ്പർമാരുണ്ട് ഇവിടെ. 21 നിയമന നിരോധനമില്ല നാട് കേരള കോലത്തിലായി. തൊട്ടടുത്ത തമിഴ്നാട്ടിൽ 8 കോടി ജനമുള്ള തമിഴ്നാട്ടിൽ 5 PSC മെമ്പർമാരല്ലത്. ഏകദേശം അത്ര തന്നെ ജനമുള്ള കർണാടകയിൽ 6 PSC മെമ്പർമാരുള്ളത്. അവരുടെ ശമ്പളത്തിന് അറിയങ്ങൾ 1 ലക്ഷത്തിന് താഴെയാണ്. ഈ സഹോദരിമാർ ഒരു 50 ഉറുപ്പിക കൂട്ടിത്തരിയെന്ന് പറഞ്ഞ് സമരം നടത്തി സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നിൽക്കുമ്പോൾ മാർച്ച് 16-നോ 18-നോ നടന്ന ക്യാബിനറ്റിലെ തീരുമാനം എന്താ പറയുക നമുക്ക്? ഈ PSC മെമ്പർമാരുടെ ശമ്പളം ഇരട്ടിയായി വർദ്ധിപ്പിച്ചു. ഇരട്ടി. 2.5-2.25 ലക്ഷം ഉറുപ്പികയാണ് ഈ PSC മെമ്പർമാരുടെ ശമ്പളം. ചെയർമാൻ്റെ 4.5 ലക്ഷം. എന്താ അവർക്ക് പണി? എന്താ പണി? ഈ നാട്ടിലെ ജനങ്ങൾക്ക്, ഒരു ചെറുപ്പക്കാർക്ക് ഒരു തൊഴിലും കൊടുക്കാൻ കഴിയാത്ത സംവിധാനമായ PSC കോടിക്കണക്കിന് രൂപ ഇവർക്ക് ശമ്പളം. കഴിഞ്ഞ 5 കൊല്ലം കഴിഞ്ഞാലോ ഇവർക്ക് പെൻഷൻ. ആരെ പൈസ? കണ്ണിച്ചോരയുണ്ടെങ്കിൽ ചെയ്യുമോ? എന്താ ആ ലിസ്റ്റിൽ പരിശോധിച്ചാൽ മതി. PSC മെമ്പർ ആകണമെങ്കിൽ വലിയ എന്താ പറയുക PhD ഒന്നും വേണ്ട. 10ാം ക്ലാസ്സും ഗുസ്തിയില്ലോനായാലും നിൽക്കുന്നത് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്ക്. അവിടെയാ വ്യത്യാസം. ഇപ്പോൾ ഇവിടെ ദഹലിയ തൊഴിലിൻ്റെ കാര്യം പറഞ്ഞു. ഒറ്റ ചോദ്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളെ വാർഡിൽ എത്ര ആൾക്ക് സർക്കാർ ജോലി കിട്ടി? നിങ്ങൾ ആലോചിച്ച് നോക്കി. 10 കൊല്ലത്തിനെടുക്ക് നിങ്ങളെ വാർഡിൽ. എന്നിട്ട് നിങ്ങളെ പഞ്ചായത്തിലൊന്ന് അന്വേഷിക്കുക എത്ര ആൾക്ക് തൊഴിൽ കിട്ടിയെന്ന്. ഒരാൾക്കും കിട്ടിയിട്ടുണ്ടാവില്ല, ഒരാൾക്കും കിട്ടിയിട്ടുണ്ടാവില്ല. അവിടെ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ പറയുന്നില്ല. എല്ലാ സംവിധാനങ്ങളിലും ഇവർ കൈകടത്തി. എന്താണോ BJP മോഡിയും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഡിറ്റോ അല്ലേ, ഡിറ്റോ. എല്ലാം പത്രക്കാർ ചോദിക്കുമ്പോഴേക്ക് മൂപ്പർക്ക് പറയാനുള്ളത് പറയാം, മൂപ്പര് എണീറ്റ് പോവുക. എന്തൊരു അസഹിഷ്ണുത. ഓരോന്നും നിങ്ങൾ പരിശോധിക്കും. മോഡിനി ഇയാളെയും വെച്ചിട്ട് നിങ്ങളെ എന്താ പറയുക ഇങ്ങനെ ഒരു AI വെച്ചിട്ട് പരിശോധിച്ച് നോക്കി. ഞാൻ വരുമ്പോൾ റഹ്മത്ത് സാഹിബ് എന്താ AIൻ്റെ കാര്യം പറയണം. അപ്പം അവിടെയാണ് ഇതിൻ്റെ വിഷയം. ജീവിക്കണമെങ്കിൽ വേറെ മാർഗങ്ങൾ സ്വയം കണ്ടെത്തേണ്ട അവസ്ഥയിലേക്ക് പോവുകയാണ്. സർക്കാരിൻ്റെ സഹായമില്ലാതെ ജീവിതത്തിൻ്റെ 2 അറ്റം മുട്ടിക്കാൻ കഴിയാതെ കഷ്ടപ്പെടുന്ന ലക്ഷക്കണക്കിന് ആൾക്കാർ കേരളത്തിൽ ഇപ്പോഴും ഉണ്ട്. ഈ ദുരിതം ഇവിടെ എപ്പോഴും നിലനിൽക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ UDF വരെ, UDFനെ സംബന്ധിച്ചൊരു ചില്ലറ ബാധ്യത എന്നല്ല ഏറ്റെടുക്കുന്നത്. നമ്മൾ ജനങ്ങളോട് പറയുന്ന വിഷയങ്ങൾ ജനങ്ങൾ പ്രതീക്ഷയർപ്പിച്ച് ഒന്നടങ്കം തിരിയാൻ പോവാണ്. നാളെ രാവിലെയാണ് കേരളത്തിലെ വോട്ടെടുപ്പെങ്കിൽ നിങ്ങൾ എഴുതി വെച്ചോ, 125 സീറ്റ് ജയിക്കും. ഇത് PV Anwar വെറുതെ പറയുന്നില്ല. മറ്റന്നാളത്തെ കാര്യം പറയാൻ കഴിയില്ല, രാഷ്ട്രീയമാണ്, പലതും സംഭവിക്കാം. ഇപ്പം ഈ ശബരിമല ഞങ്ങൾ നനച്ച് എന്താ സ്ഥിതി? എവിടെയാണ് അവർ കൊള്ളടിക്കാത്തത്? എങ്ങനെയാണ് മൊരാരി ബാബുവിന് ജാമ്യം കിട്ടിയത്? ഈ പത്മകുമാറിനെയൊക്കെ പച്ചവെള്ളം പോലെ അറിയുന്ന ആളാണ് ഞാൻ, മനസ്സിലായില്ലേ? അവിടെ സഞ്ചിയിൽ കൊണ്ടുപോകാൻ പറ്റണം, ടിഫിൻ ക്യാരി കൊണ്ടുപോകാൻ പറ്റണം, മറ്റേ ഭണ്ഡാരത്തിൽ നിന്ന് എടുത്തിട്ട് അരയിൽ തിരികെ പോകാൻ പറ്റണ കോലൊക്കെ എടുത്ത് പോയിരിക്കും. ഒരു കോവിലിൻ്റെ ജനലും വാതിലും കുത്തിപ്പൊളിച്ചിട്ട് അടിച്ച് തലയിൽ വെച്ച്
കൊണ്ടുപോകണമെങ്കിലേ അത് മാനിപ്പുലേറ്റ് ചെയ്യണമെങ്കിൽ ഈ പറയുന്ന മുരാരി ബാബും പത്മകുമാറും സ്വയം അത് ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കില്ല. അതിൻ്റെ പിന്നിലൊരു ശക്തി ഉണ്ടാവും. ഇവർക്ക് ഇതിന് അതുകൊണ്ടാണ് അന്വേഷണം അവിടെ നിൽക്കുന്നത്. ഇപ്പം ഈ SIT അന്വേഷിക്കുന്ന ശശിധരൻ ഉണ്ടല്ലോ, IPS, മലപ്പുറത്ത് നമ്മൾ ഓടിച്ചാളവൻ. ഞാൻ ഈ പ്രശ്നം തുടങ്ങുമ്പോൾ മലപ്പുറത്തെ SP അവിടുന്ന് മരം മുറിച്ച് കൊണ്ടുപോയത് അയാളെ തൊട്ട് മുമ്പുള്ള സുജിത് ദാസാണ്. അതിനെക്കുറിച്ച് അന്വേഷിക്കണം എന്ന് പറഞ്ഞ് കൊടുത്ത പരാതിയുടെ മുകളിൽ ഈ ചങ്ങാതി ഒരു നടപടി എടുക്കായിട്ടാണ് ആ മരം മുറിച്ചിക്കണോ എന്ന് പോയി നോക്കാൻ ഞാൻ പോയതും പോലീസ് ക്യാമ്പ് ഓഫീസിനെ തടഞ്ഞു നോക്കാൻ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. ആ ചങ്ങാതിയാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. അത് അവിടെ എത്തുന്നില്ല എനിക്കറിയാം. എവിടെ എത്തില്ല, എവിടെ എത്താൻ പോകുന്നില്ല. ഇത് UDF അധികാരത്തിൽ വന്ന് സത്യസന്ധമായി ഇത് അന്വേഷണം നടത്തിയാലുണ്ടല്ലോ, ഇപ്പം ഈ മറ്റേ മാനനഷ്ട കേസ് കൊടുത്ത 4 കൊടുത്ത ആളില്ലേ P. ശശി, എഴുതി വെച്ചോങ്ങൾ, എഴുതി വെച്ചോ. ഒരു മടിയില്ല, എല്ലാം അടിച്ചു മാറ്റിയിരുന്നു. ഇന്നലെ മെനിയാന്ന് വരുന്ന വാർത്ത എന്താ? കോടതികളിൽ കളവ് മുതലിൻ്റെ തൊണ്ടിയായി സൂക്ഷിച്ച പല സ്വർണവും കാണാനില്ല. നിങ്ങൾ വാർത്ത കാണുന്നില്ലേ? അതൊക്കെ മാറ്റിയിട്ട് അവിടെ മറ്റേ ഡ്യൂപ്ലിക്കേറ്റ് എന്തായാലും പറയാം, റോൾഡ് ഗോൾഡ് കൊണ്ടുവച്ചു. ആകെ ഒന്ന് പരിശോധിച്ച് നോക്കണം, ഒരു കോടതിയിലൊന്നും ഉണ്ടാവില്ല, ഒരു കോടതിയിലുണ്ടാവില്ല. ഇതിപ്പോൾ കാട്ടിലെ തടി തേവരുടെ ആന വലിയടാ വലി, വലിയടാ വലി, ഇതല്ലേ? അപ്പം ഞാൻ 120 സീറ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവണില്ല. ഇതെല്ലാവരും മനസ്സിലാക്കുന്നുണ്ട്. ഇവിടെ ഒരു വർഗീയ കാർഡ് കളിച്ചിട്ട് മൂപ്പര കണക്ക് കറക്റ്റായിരുന്നു കേട്ടോ. നിങ്ങളത് മനസ്സിലാക്കിയോ? ശബരി, മലബാർ എന്ന് പറയുന്ന ഈ പാലക്കാട് നിന്ന് ഇങ്ങോട്ടുള്ള ഈ 6 ജില്ല 58 സീറ്റ് അവിടെ ഉള്ളത്. അവിടെ നിന്ന് അങ്ങോട്ട് തൃശ്ശൂർ ടു ട്രിവാൻഡ്രം 82 സീറ്റാണ്. ഈ 82 സീറ്റിൽ ഏകദേശം 68 or 67 സീറ്റ് CPMൻ്റെ കയ്യിലാണ്, തെക്കൻ കേരളം. അവിടെ ഈ പറഞ്ഞ എന്താ പറയുക, വെള്ളാപ്പള്ളി കിള്ളാപ്പള്ളിയൊക്കെ പാടെ കൂട്ടിയിട്ടുള്ളൊരു എന്താ പറയുക പച്ച വർഗീയത കളിച്ചാൽ ആ സീറ്റ് നിലനിർത്തിയാൽ 10-68 സീറ്റ് അവിടെ ഉണ്ട്. പിന്നെ ഈ മലബാറിൽ നിന്ന് 10 സീറ്റ് ഇനിയിപ്പോൾ എന്ത് തമ്മാടിത്തമ്മൽ ചെയ്താലും ജയിച്ച് കിട്ടും, ഒരു 10-75 സീറ്റ് കിട്ടുമെന്നതായിരുന്നു പിണറായിൻ്റെ കണക്ക്. അതുകൊണ്ട് ന്യൂനപക്ഷങ്ങളെ തള്ളി വേണ്ട എന്ന് പറഞ്ഞു. ഇവർക്കെതിരെ എന്തൊക്കെ പറയാൻ പറ്റുമോ പറയാൻ പറ്റുന്നതൊക്കെ പറയിപ്പിച്ചു. അതിൻ്റെ ഭാഗം അയ്യപ്പ സംഗമം. ഇതിൻ്റെയൊക്കെ മേലൊരാളില്ലേ, ഓൽക്ക് മനസ്സിലാവില്ലല്ലോ, ഓല ഇല്ല അറിയുന്ന ആൾക്കാരല്ലേ. മൂപ്പരിടപെട്ടു. അപ്പോഴാണ് ഈ സാധനം ഇത് ശബരിമല കണ്ട് കയറി വരുന്നത്. എല്ലാം തവിട് പൊടിയായി, കക്കാൻ ബാക്കിയൊന്നുമില്ല. ആ പാവം സുകുമാരൻ നായരും കൂടി കൂട്ടിയിട്ട് ആ സാധുവിനെയും കൂടി പെടുത്താൻ നിൽക്കുകയായിരുന്നു. വയസ്സും പ്രായമായി. 2ാമത്തെ ദിവസം അയാൾക്ക് മനസ്സിലായി ഇത് ഭയങ്കര ചതിയിലേക്കാണല്ലോ പോണത്. തിരിച്ചറിവുണ്ടായില്ലേ? ആരിടപെടില്ല, പടച്ചോ നേരിട്ട് ഇടപെടുക. നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. ഈ മനുഷ്യന്മാർ ഈ 3.5 കോടി ജനത്തിൽ എല്ലാ വിശ്വാസികളും എന്താ പറയുക, ഈ നാട്ടിലെ സമാധാനത്തിന് വേണ്ടി അതില്ലാണ്ടാക്കാനുള്ള പരിശ്രമ പിണറായി മരുവനും ഈ സംഘവും നടത്തിയത്. അതിനെതിരെ നമ്മളെ പോരാട്ടം. നമ്മളൊക്കെ ഇവിടെ സമാധാനമായിട്ട് ഇത്രയും കാലം ജീവിച്ചു. വരുന്ന തലമുറക്കും ഈ മതേതര സ്വഭാവത്തിലൂടെ ജീവിച്ചു പോകണം. അതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം തന്നെ. ഇപ്പം എന്താ പ്രതിപക്ഷ നേതാവ് UDF ചെയർമാൻ പറഞ്ഞ് എക്സ്ട്രീം വലതുപക്ഷമാണെന്നാണ് പറഞ്ഞത്. ഈ പറയുന്ന LDF, ഞങ്ങൾ നെഹ്റുവിയൻ LDF എന്നാണ് പറഞ്ഞത്, ഇടതുപക്ഷം എന്നാണ് പറഞ്ഞത്. വസ്തുതയല്ലേ, വസ്തുതയല്ലേ? ഇതാരാ തിരിച്ചറിയുന്നത്? നമ്മളെക്കാട്ടിലും തിരിച്ചറിയണത് കമ്മ്യൂണിസ്റ്റുകാരാണ്. ചത്ത് കിടക്കുകയാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ. മനസ്സിലാക്കിക്കൂടി പ്രവർത്തകർ, അവർ മനം അടുത്ത് നിൽക്കുകയാണ്. എന്ത് ഇഞ്ചക്ഷൻ അടിച്ചിട്ടും കാര്യമില്ല, അതുപോലെ ഉത്തേജിപ്പിച്ച് കൊണ്ടുവരാൻ കഴിയില്ല. ഒരു മാറ്റം ആഗ്രഹിക്കണതാ. വോട്ട് ചെയ്യാൻ പോളിംഗ് ബൂത്തിൻ്റെ ആദ്യത്തെ വോട്ട് കുത്താൻ തിരക്കിട്ട് പോകുന്ന കമ്മ്യൂണിസ്റ്റുകാരൻ അത് തടുക്കാൻ നിൽക്കണ്ട. അത് ആൻറ്റി പിണറായി വോട്ടാണ്, നിങ്ങൾ മനസ്സിലാക്കിക്കോളി. അത് കേരളത്തിൽ സംഭവിക്കും. ഇതിനെ ഉത്തേജിപ്പിക്കാൻ, കമ്മ്യൂണിസ്റ്റുകാരെ ഉത്തേജിപ്പിക്കാൻ ഈ വരാനിരിക്കുന്ന 2 മാസത്തിനിടക്ക് ഇവർ തല കുത്തിമറിഞ്ഞാൽ നടക്കില്ല. ഒറ്റ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒരു കാര്യം മാത്രമാണ് ഇതിനെ എന്താ പറയുക റീജനറേറ്റ് ചെയ്യാൻ പറ്റുക. സംഘർഷങ്ങൾ ഉണ്ടാക്കും. അങ്ങാടികളിൽ സംസാരം ഉണ്ടാവും. അവിടെ സംഘർഷങ്ങൾ ഉണ്ടാക്കിയിട്ട് ചെറിയ അടിപിടിയും നായാട്ടുണ്ടായാൽ ഈ പറയുന്ന തളർന്നു നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർ ഉണരും. അതിൻ്റെ പരിശ്രമം നടക്കും.
അത് ചില സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട്. ഇപ്പം ഈ ബേപ്പൂരിലെ യാത്രയിൽ 1-2 സ്ഥലത്ത് അത് മനസ്സിലാക്കിയവനാണ് ഞാൻ. അപ്പോൾ അത് മാത്രം നമ്മൾ ശ്രദ്ധിക്കണം. എപ്പോഴും CITU തൊഴിലാളികൾ, ചുമട്ട് തൊഴിലാളികളും ബാക്കിയുള്ളവരൊക്കെ എപ്പോഴും അങ്ങാടിയുമായി ബന്ധപ്പെട്ട് എന്താ പറയുക, രാഷ്ട്രീയ തർക്കങ്ങളിൽ ഏർപ്പെടുന്ന ആളുകളെ സ്വാഭാവികമാണ്. ഇപ്പോൾ ലീഡർഷിപ്പ് അത്തരത്തിൽ എന്താ പറയുക, നല്ല ആവേശവും വികാരമുള്ള നമ്മളെ പ്രവർത്തകരുണ്ടാകും. അവരെ പറഞ്ഞത് ബോധ്യപ്പെടുന്നത് നമ്മളൊന്ന് കുറഞ്ഞു കൊടുക്കണം. ജനം വന്ന് വോട്ട് ചെയ്തോളൂ. അങ്ങാടിയിലെ തർക്കങ്ങളിൽ നമ്മൾ വിജയിക്കേ വേണ്ട, നമ്മൾ ബൂത്തിൽ ജയിച്ചാൽ മതി. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ ഉത്തരവാദിത്തപ്പെട്ടവരാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്തായാലും നിങ്ങളുടെ പ്രസിഡന്റ് റഹ്മത്തുള്ള സാഹിബ് എൻ്റെ ഒരു ബന്ധുവാണ്, നമ്മളെ നാട്ടുകാരനാണ്, നമ്മളെക്കാട്ടിലും മുമ്പ് ഈ ദായത്തിട്ടി പോകുന്നവനാണ്. അപ്പോൾ എന്തൊക്കെയായാലും ഇവിടെ എന്തായാലും നിങ്ങൾ വരണം എന്ന് പറഞ്ഞ് എന്നെ 2-3 പ്രാവശ്യം വിളിച്ചതാണ്. ഇതിലും ഈ സംഘടനയെ ശക്തമായി, കാരണം തൊഴിലാളികൾ തന്നെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയല്ല, വിശദീകരിക്കേണ്ട. ഇവിടെ ഉണ്ടായിട്ടുണ്ടാവും, ആയാലും അല്ലാത്തതായാലും എല്ലാം വന്ന് പതിക്കണത് എന്താ പറയുക, സാധാരണക്കാരും തൊഴിലാളികളുമായ ആളുടെ നെഞ്ചത്തേക്കാണ്. അപ്പോൾ ഉള്ള സംവിധാനത്തെങ്കിലും നിലനിർത്തി പോരാട്ടം തുടരാനും അവരുടെ ജീവിത എന്താ പറയുക സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരാനുമുള്ള പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കാൻ STUവിനും അതിൻ്റെ ലീഡർഷിപ്പിനും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. എന്നെ വിളിച്ചതിൽ നന്ദി അറിയിക്കുന്നു. തീർച്ചയായിട്ടും നമ്മളെ സമയം കഴിഞ്ഞിരുന്നു. പക്ഷേ കേരളത്തിലുള്ള ആളുകളൊക്കെ അങ്ങയുടെ വാക്കുകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. സാധാരണക്കാരന് വേണ്ടിയിട്ട് സംസാരിക്കുന്ന വാക്കുകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അല്പം. ഞാൻ ഇടയ്ക്കൊന്ന് ഫോൺ നോക്കുകയായിരുന്നു. അപ്പോൾ ഒരു ബ്രേക്കിംഗ് ന്യൂസ് കണ്ടു. നമ്മുടെ KPC അധ്യക്ഷൻ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് കോഴിക്കോടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചു ബേപ്പൂർ ആര് മത്സരിക്കും. അപ്പോൾ സംശയമൊന്നും വേണ്ട, ബേപ്പൂര് PV അൻവർ തന്നെ മത്സരിക്കും എന്ന് KPC അധ്യക്ഷൻ പറഞ്ഞിരിക്കുകയാണ്. ഒരുപക്ഷെ UDFിൻ്റെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹം ആദ്യം വരുന്നത് നമ്മുടെ STUവിൻ്റെ വേദിയിലാണെന്നുള്ളത് അഭിമാനമുള്ള കാര്യം തന്നെയാണ്. ഞാൻ ആദ്യം സംസാരിക്കുമ്പോൾ എനിക്ക് LDFിലുള്ളപ്പോൾ ഇഷ്ടമില്ലാത്ത ആളായിരുന്നു അൻവർക്കാന്ന് പറഞ്ഞു. അത് പിന്നെ തീർത്ത് പറയാൻ കഴിഞ്ഞില്ല. ഇതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കൂടി അദ്ദേഹം സംസാരിച്ച് കേട്ടപ്പോൾ ഈ അഴകിയ രാവണൻ സിനിമയിൽ ഭാനുപ്രിയയുടെ കഥാപാത്രം പറയുന്നുണ്ട്, വെറുത്ത് ഇപ്പോൾ കുട്ടിശങ്കറിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞതുപോലെ ഈ നിലപാടുകളുടെ പേരിൽ ധീരമായി ഈ പോരാട്ടത്തെ ഏറ്റെടുക്കുന്നതിൻ്റെ പേരിൽ PV അൻവർ എന്ന രാഷ്ട്രീയ നേതാവിനോട്, അദ്ദേഹം എന്ന വ്യക്തിയോട് ഞങ്ങൾക്കെല്ലാം വലിയ ആദരവാണ്. ബേപ്പൂരിൽ അദ്ദേഹം ആ പോരാട്ടം ആരംഭിച്ചാൽ ഇപ്പോൾ അതിനൊരു ഒഫീഷ്യൽ സ്വഭാവം കൈവരികയാണ്. അപ്പോൾ നമുക്കറിയാം ബേപ്പൂർ നല്ല ഉരുക്കലുണ്ടാക്കി ലോകം മുഴുവൻ കയറ്റി അയച്ച ആൾക്കാരുടെ നാടാണ്. അപ്പോൾ പോകുന്ന കപ്പലിന് എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ അത് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യാൻ ശേഷിയുള്ളതും അവർക്കാണ്. കേരളം എന്ന ഈ കപ്പലും അത് ഓടിക്കുന്ന കപ്പിത്താനും ആ കപ്പിത്താൻ്റെ സഹായിയായ മരുമോനും കുഴപ്പക്കാരാണ് എന്ന് ആദ്യം മനസ്സിലാക്കുന്നത്, ഇവർക്ക് ആദ്യത്തെ അടി കൊടുക്കുന്നത് ബേപ്പൂരായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്നുകൂടി ഈ അവസരത്തിൽ ഞാൻ പറഞ്ഞു. തീർച്ചയായിട്ടും നമുക്കെല്ലാം സന്തോഷമുള്ള, നമ്മൾ കേൾക്കാൻ ആഗ്രഹിച്ച വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കോഴിക്കോട് കേരളത്തിൻ്റെ ഭരണം ബേപ്പൂരിൽ നിന്ന് തീരുമാനിക്കും എന്നുള്ള രൂപത്തിലേക്ക് യഥാർത്ഥത്തിൽ ചിത്രങ്ങൾ എത്തുകയാണ്. എന്തായാലും വ്യത്യസ്തമായിട്ടുള്ള മനുഷ്യർ, വ്യത്യസ്തമായിട്ടുള്ള ശബ്ദങ്ങൾ. കഴിഞ്ഞ കാലങ്ങളിൽ കേരളത്തിലെ ഏറ്റവും വ്യത്യസ്തമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണ് ശ്രീ PV അൻവർ. ആ ശബ്ദം, വ്യത്യസ്തമായിട്ടുള്ള ശബ്ദം അദ്ദേഹം തുടങ്ങിയിട്ടുണ്ട് എങ്കിൽ തൊഴിലാളി വർഗക്കാർ, അതുപോലെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള തൊഴിൽ മേഖലയിലുള്ള ആളുകൾ, വിദ്യാർത്ഥികൾ, അധ്യാപകർ, സാധാരണ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഷ്ടപ്പെടുന്ന വളരെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ, അങ്ങനെ എല്ലാവരുടെയും വ്യത്യസ്തമായിട്ടുള്ള ശബ്ദങ്ങളുടെ ഒരു ഓർക്കസ്ട്ര തന്നെ UDFിൻ്റെ UDFിൻ്റെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൽ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയാണ് ഇന്നലെ നിങ്ങൾ നടത്തിയിട്ടുള്ള റാലിയും അതിനുശേഷമുള്ള പൊതുസമ്മേളനം ഉൾപ്പെടെ ബോധ്യപ്പെടുത്തി തന്നത്. എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്യുന്നു. ഈ പാനൽ ഡിസ്കഷനിൽ ഇത്രയും ഭംഗിയായിട്ട് സംസാരിച്ചിട്ടുള്ള, നമ്മളോട് ഇത്രയും നേരം ചിലവഴിച്ചിട്ടുള്ള എല്ലാ പാനലിസ്റ്റുകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി. ജയ് ഹിന്ദ്.